ഹായ് ഫ്രണ്ട്സ്, കേരള PSCക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഞാൻ വൊക്കാബുലറിയുടെ കാര്യമല്ല, നമ്മൾ വേറൊരു ക്ലാസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. വൊക്കാബുലറി ഒഴികെയുള്ള ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചെടുക്കാനുള്ള വഴി എന്താണ്? ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങളിപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി ഇതൊക്കെ പഠിക്കണം, പക്ഷെ ഇതൊന്നും പഠിക്കുന്ന അത്ര യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടില്ലാതെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. പതിവായി ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് പല ചോദ്യപേപ്പറുകളിലും കാണാം. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് നിങ്ങൾക്ക് പല ചോദ്യപേപ്പറിലും കാണാം. റിപ്പോർട്ടഡ് സ്പീച്ച്, ഇഫ് ക്ലോസ്, ഇങ്ങനെ പതിവായി ആവർത്തിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇത്തരം ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തിയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാർക്ക്, നിങ്ങൾ ഇംഗ്ലീഷിൽ മോശമാണെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതിന് നമ്മൾ എടുക്കുന്ന ഒരു അപ്രോച്ച്, ഈ അടുത്തിടെ നടന്ന 2024-ലും 2025-ലും നടന്ന PSC ചോദ്യപേപ്പറുകളിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ എടുത്ത് ആ ചോദ്യങ്ങൾ, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ആ ചോദ്യങ്ങൾ പൊളിച്ചടക്കാനുള്ള ട്രിക്ക് എന്താണ് എന്ന് പഠിക്കുന്ന ഒരു സീരീസാണ്. ഇന്ന് നമ്മൾ 2 ചോദ്യപേപ്പറിലെ 5 വീതമുള്ള 10 ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ടത് പഠിക്കും. ഇതുപോലത്തെ ഇതിൻ്റെ തുടർച്ച വീണ്ടും ഉണ്ടാകും. നമുക്കറിയാം, ഒരു 10-20ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ചെയ്യാനുണ്ട്. ഇനിയും ചോദ്യപേപ്പറുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ് 2-ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നടന്നു. ഇനി 9-ാം തീയതി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഷയങ്ങളും, ഇംഗ്ലീഷ് മാത്രമല്ല ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ എടുത്തുകൊണ്ടുള്ള ഒരു സീരീസാണ്. ആ സീരീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരോ ഈ ചാനലിൽ ആദ്യമായി എത്തിയവരോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ലഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ MV വിൻഡോ ചുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് കൂടാതെ നമ്മളൊരു കംപ്ലീറ്റ് പാക്കേജാണ്. കംപ്ലീറ്റ് വിഷയങ്ങൾ തരും എന്നല്ല ഞാൻ പറയുന്നത്, ഒരു കംപ്ലീറ്റ് പാക്കേജാണ് തരുന്നത്. അതായത് ഇതിൻ്റെ വിശദമായ നോട്ട് നിങ്ങൾക്ക് കിട്ടും. ആ വിശദമായ നോട്ട് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള എക്സാമും ലഭിക്കും. സാധാരണയായിട്ട് ഇന്ന് വീഡിയോ ഇട്ടാൽ നാളെ അതിൻ്റെ വിശദമായ നോട്ടും എക്സാമും ലഭിക്കും. നോട്ടും എക്സാമും ലഭിക്കുന്നതിന് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിതിൻ്റെ ടെലിഗ്രാം ചാനലിൽ ലിങ്കും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൻ്റെ ലിങ്കും തന്നിട്ടുണ്ട്. രണ്ടും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. തീർച്ചയായും ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു പുതിയ വിദ്യാർത്ഥിയാണെങ്കിലും നന്നായി പഠിച്ചു പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിലും 2 കൂട്ടർക്കും ഗുണം ചെയ്യും. പുതിയ വിദ്യാർത്ഥിയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് PSC എവിടെ നിന്നൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത്, നിരന്തരം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഹോട്ട് ടോപ്പിക്സ്, ഇതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ഹൈ ആവാനും സാധിക്കും. നന്നായി പഠിച്ചു പോകുന്നവരാണെങ്കിൽ ഇനി എവിടെയാണ് ഗ്യാപ്പ്, പഠിച്ചതൊന്ന് ഉറപ്പിക്കാനും റിവിഷനും കൂടിയാണ് ഈ ക്ലാസ്സുകൾ. തുടർച്ചയായി കാണുക, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ക്ലാസ് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദി അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദ വെർബാണ്. ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്താ വെർബ് എന്ന് അറിയണം. നന്നായിട്ട് അറിയുന്നവരൊന്ന് ക്ഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഫോർവേഡ് ചെയ്യുക. എന്താണ് വെർബ്? വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ് എന്നാണ് അർത്ഥം. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ വേർഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രഘു എൻ്റെ പേരാണ്, അത് ആക്ഷൻ വേർഡ് അല്ലല്ലോ, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കല്ലല്ലോ. രഘു ഒരാളുടെ പേരാണ്, അങ്ങനെ നൗൺ എന്ന് വിളിക്കും. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ, ഇപ്പം രഘു സ്പീക്സ് മലയാളം എന്ന് പറയുമ്പോൾ രഘു അവിടെ പറയുന്നു, അവിടെ സംസാരിക്കുന്നത് മലയാളമാണ്. അപ്പോൾ സ്പീക്സ് എന്നുള്ള ഇത് വെർബാണ്, അത് ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഇപ്പം നോർമലി പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്നത് സമയത്ത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും രാമ കിൽഡ് രാവണ എന്നാണ് സ്ഥിരം പറയുക. അപ്പോൾ രാമനും രാവണനൊക്കെ ഒന്ന് കോൺട്രവേഴ്സി ആയതുകൊണ്ട് നമുക്കൊന്നും ഇപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? അപ്പൊ രാമ കിൽഡ് രാവണ, അതിൽ കിൽഡ് എന്നുള്ള വാക്ക് വെർബാണ്. കാരണം എന്താ? അവിടെ കൊന്നു. ആരാണ് ആ ആക്ഷൻ ചെയ്തത്? അയാളെയാണ് സബ്ജക്റ്റ് എന്ന് പറയാം. അവിടെ രാമനാണ് കിൽഡ് എന്നുള്ള പ്രവൃത്തി ചെയ്തത്. പെർഫോമർ രാമനാണ്, ആക്ഷൻ ചെയ്ത ഡൂവർ രാമനാണ്, അതാണ് സബ്ജക്റ്റ്. ആരുടെ മുകളിലാണോ ആ ആക്ഷൻ ചെയ്യപ്പെട്ടത്, രാവണന്റെ മുകളിലാണ്. കൊല്ലപ്പെട്ടത് രാവണനാണ്. ആ കൊലയ്ക്ക് പാത്രമായത് ആരാണ്? രാവണനാണ്. അതുകൊണ്ട് രാവണൻ ഒബ്ജക്റ്റുമാണ്. സോ വെർബ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി.
ആ വെർബ് 3 കാര്യങ്ങളെ സൂചിപ്പിക്കും. വെർബ് നമ്പറിനെ സൂചിപ്പിക്കും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഹി ഗോസ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ ഗോ എന്നാണ് ഉപയോഗിച്ചില്ല, വെന്റ് എന്ന് ഉപയോഗിച്ചില്ല, ഗോൺ എന്ന് ഉപയോഗിച്ചില്ല. ഇതൊക്കെ ഗോ എന്നുള്ള വെർബിന്റെ ഫോമാണ്. ഗോയിങ് എന്ന് ഉപയോഗിച്ചില്ല. ഹി ഗോസ് ടു സ്കൂൾ എന്നാണ് പറഞ്ഞത്. അവിടെ ഗോസ് എന്നുള്ള വെർബ് നമ്പറിനെ സൂചിപ്പിക്കുന്നുണ്ട്, പേഴ്സണെ സൂചിപ്പിക്കുന്നുണ്ട്, ടെൻസിനെയും സൂചിപ്പിക്കുന്നുണ്ട്. എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് ഓർത്തു നോക്കൂ. ഞാൻ എന്തിനൊക്കെ പറഞ്ഞത്? ഇത് വളരെ പ്രധാനമാണ്. ഇത് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ബേസിക് ഐഡിയ ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും കിട്ടും. ഇപ്പം ഞാൻ അതിനെ വിശദമായി പറയുന്നില്ല. ഗോസ് എന്നുള്ള വെർബ് നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഗോസ് എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരാളേ ഉള്ളൂ. ഒരാളുടെ ഒപ്പം ഉപയോഗിക്കുന്നതാണ് വെർബിൻ്റെ ഫോം. സിംഗുലർ ആണ്, അല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആണ്. ഞാൻ പിന്നീട് പറയാം എന്താണ് അൺകൗണ്ടബിൾ എന്ന്. അപ്പം നമ്പറിനെ സൂചിപ്പിക്കുന്നു. രഘു ഗോ ടു സ്കൂൾ എന്ന് പറയില്ല, രഘു ഗോസ് ടു സ്കൂൾ എന്നേ പറയുള്ളൂ. അതെന്തുകൊണ്ടാണ്? രഘു സിംഗുലർ ആണ്. അതേസമയം രഘു ഗോസ് ടു സ്കൂൾ എന്ന് പറയും. എന്നാൽ ദേ ഗോ ടു സ്കൂൾ എന്നേ പറയും. അപ്പൊ അവിടെ ഗോയായി. എന്തുകൊണ്ട് ഗോ? പ്ലൂരലിൻ്റെ ഒപ്പം അത് ഉപയോഗിക്കാൻ പാടും. കാരണം ഇവിടെ ഒന്നിൽ കൂടുതലുണ്ട്. അതാണ് ഞാൻ നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഇനി അത് പേഴ്സണെ സൂചിപ്പിക്കുന്നു. പേഴ്സൺ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഞാൻ, അതാണ് ഫസ്റ്റ് പേഴ്സൺ. സംസാരിക്കുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങളാണ് ഫസ്റ്റ് പേഴ്സൺ. സംസാരിക്കുന്ന ഞാൻ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങളോട്. നിങ്ങൾ, യു, നിങ്ങളോടാ സംസാരിക്കുന്നത്. സെക്കൻഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് സംസാരിക്കുന്നു. ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു രഘുവിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്നെ കുറിച്ചിട്ടാണെങ്കിൽ ഞാൻ ആയി തന്നെ പറയും. അവിടെ ഇത് വേറൊരു രഘുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ വേറൊരു രഘുവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. തേർഡ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഗോസ് എന്നുള്ളത് തേർഡ് പേഴ്സൻ്റെ ഒപ്പമാണ് ഉപയോഗിക്കുക. ഫസ്റ്റ് പേഴ്സൻ്റെ ഒപ്പം ഉപയോഗിക്കില്ല. ഐ ഗോ ടു സ്കൂളിനെ പറയൂ, ഐ ഗോസ് ടു സ്കൂൾ എന്ന് പറയില്ല. ഓക്കെ, യു ഗോ ടു സ്കൂളിനെ പറയുള്ളൂ, ഒരിക്കലും യു ഗോസ് ടു സ്കൂൾ എന്ന് പറയില്ല. ഗോസ് എന്ന് ഉപയോഗിക്കുന്നത് തേർഡ് പേഴ്സണിൽ സിംഗുലറും പ്ലൂരലും വരാം. ഫസ്റ്റ് പേഴ്സൺ ഞാൻ മാത്രം, സെക്കൻഡ് പേഴ്സൺ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രം. തേർഡ് പേഴ്സൺ ഒരാളാവാം. നമ്മൾ രണ്ടാളും സംസാരിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളെ ആയിരിക്കാം. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ ഒപ്പാണ് ഗോസ് ഉപയോഗിക്കുക. അപ്പം നമ്പറും പേഴ്സണും മനസ്സിലായല്ലോ. ഇവിടെ ടെൻസ് ഉണ്ട്. ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിരന്തരമായി ആവർത്തിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. ദേ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അവർ പതിവായി സ്കൂളിൽ പോകുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇന്നലെ അവർ സ്കൂളിൽ പോയോ? യെസ് പോയി. ഇന്ന് സ്കൂളിൽ പോയോ? യെസ് പോയി. നാളെ സ്കൂളിൽ പോകുമോ? പോവും. ഒരു ഉദാഹരണത്തിന്, നമ്മൾ മൺസൂണിൽ മഴ പെയ്യാറുണ്ട്. കഴിഞ്ഞ മൺസൂണിൽ നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്തുവോ? ഞങ്ങൾ തവനൂക്കാർക്ക് മഴ പെയ്തു. നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്തുവോ? മഴ പെയ്തു അല്ലേ? ഈ മൺസൂണിലും മഴ പെയ്തു. അടുത്ത മൺസൂണിലും മഴ പെയ്യില്ലേ? യെസ്, അടുത്ത മൺസൂണിലും മഴ പെയ്യും. അപ്പൊ അതൊരു പ്രപഞ്ച സത്യമാണ്. ഇപ്പൊ തൽക്കാലം മൺസൂണിൽ മഴ പെയ്യും, ഒരു ഫാക്റ്റാണ്. റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ, ഇന്ന്, നാളെയും ഇത് ആവർത്തിക്കും. അപ്പോൾ നമ്മൾ പറയാ ഇറ്റ് റെയിൻസ് ഇൻ മൺസൂൺ എന്നാണ്. മൺസൂണിൽ പതിവായി മഴ പെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇപ്പൊ സംഭവിക്കാൻ, ഇപ്പൊ മഴ പെയ്യണം. ഇപ്പൊ ഇവിടെ നല്ല മഴ. ആക്ച്വലി ശരിക്കും റിയലി ഇപ്പൊ നല്ല മഴയാണ്. ആ മഴ പെയ്യുന്നതാണ്, ഇപ്പൊ മഴ പെയ്യുകയാണെന്നുള്ളതിന് ഞാൻ ഉപയോഗിക്കുക ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ്. അപ്പൊ വെർബ് ടെൻസിനെയും ഉപയോഗിക്കും. കണ്ടോ, ഇവിടെ റെയിൻ ആണ്, ഇവിടെ റെയിൻസ് എന്ന് ഉപയോഗിച്ചു. നൗ വന്നപ്പോൾ ഞാൻ ഈസ് റെയിനിങ് എന്നാണ് ഉപയോഗിച്ചത്. ഇവിടെയാണ് ടെൻസ് വരുന്നത്. അപ്പോൾ ഒരു വെർബ് നമ്പറിനെ സൂചിപ്പിക്കും. സിംഗുലർ ആണോ പ്ലൂരൽ ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വെർബ് തന്നെ ഫസ്റ്റ് പേഴ്സണെയും സെക്കൻഡ് പേഴ്സണെയും സൂചിപ്പിക്കും, തേർഡ് പേഴ്സണെയും സൂചിപ്പിക്കും. ആ വെർബ് തന്നെ മറ്റൊന്നുകൂടി സൂചിപ്പിക്കും. അതെന്താണ്? ടെൻസ്, കാലത്തെയും സൂചിപ്പിക്കും.
എല്ലാ കാലത്തും നടക്കുന്നത്, ഇപ്പം മാത്രം നടക്കുന്നത്, ഇന്നലെ നടന്നത്, നാളെ നടക്കാൻ പോകുന്നത്, ഇതൊക്കെ തന്നെ ആ വെർബിനെ നോക്കിയാൽ ആ ടെൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ ചോദ്യം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? രണ്ട് ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. സ്ഥിരം പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന രണ്ട് ടെൻസുകളുമായി ബന്ധപ്പെട്ടതാണ്. ആ ടെൻസാണ് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും. സിമ്പിൾ ആണേ, നിങ്ങളൊന്ന് ക്ഷമിച്ചിരിക്കും. ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് എടുത്ത് നോക്ക്. രണ്ട് ടെൻസുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും. രണ്ടെണ്ണത്തെ കുറിച്ചിട്ടേ പറയുന്നുള്ളൂ. വാക്കിനെ കുറിച്ച് നിങ്ങൾ അത്ര ടെൻഷൻ ആവണ്ട, വെറുതെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ പറയുന്നത് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, ഈ രണ്ടെണ്ണത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പ്രസന്റിനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു കാലത്തെ ഓർക്കുക. ഏതാണ് ആ കാലം? അത് ഇന്നലെ നടന്നു, പാസ്റ്റിൽ നടന്നു. അത് ഇപ്പോഴും നടക്കും, നാളെയും അതന്നെയാണ് നടക്കാൻ പോകുന്നത്. ഒരു മാറ്റവും ഇല്ല. വെള്ളം എത്ര ഡിഗ്രിയിലാണ് തിളക്കുക? 100 ഡിഗ്രി സെന്റിഗ്രേഡിലല്ലേ? ഇന്നലെ വെള്ളം തിളച്ചത് എത്ര ഡിഗ്രി സെന്റിഗ്രേഡിലാണ്? 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ. ഇന്നോ 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ, നാളെയോ 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ. ഇറ്റ്സ് എ സയന്റിഫിക് ഫാക്ട്. ഏത് കാലത്തും അങ്ങനെയാണ്. ഇപ്പൊ തിളക്കുക എന്നുള്ളതിന്റെ വെർബ് ബോയിൽ ആണ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇതൊരു സയന്റിഫിക് ഫാക്ട് ആണ്. ഇന്നലെ ഇന്നും നാളെ. അവിടെ നോക്കൂ, ബോയിൽസ് ആണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാ? വാട്ടർ ആയതുകൊണ്ട് എസ് ഫോം ഉപയോഗിച്ചു. വാട്ടർ എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗണാണ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണതും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതുമുണ്ട്. കൗണ്ട് ചെയ്യാൻ പറ്റുന്നിടത്താണ് സിംഗുലറും പ്ലൂറലും. ഞാനും നിങ്ങളൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാ. പക്ഷെ വാട്ടറിനെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. വെള്ളം, വെള്ളങ്ങൾ എന്ന് പറയാറുണ്ടോ? ഇല്ല. വള്ളങ്ങൾ എന്ന് പറയും, അത് തോണിനെ കുറിച്ചിട്ടാണ്. വെള്ളങ്ങൾ എന്ന് പറയാറില്ല. വാട്ടർ അൺകൗണ്ടബിൾ നൗണാണ്. അൺകൗണ്ടബിൾ നൗണിനെ നിങ്ങൾ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. അപ്പം അവിടെ എസ് ഫോം ആണ് ഉപയോഗിക്കുക. എങ്ങനെയുള്ളതിൽ ഒരു സയന്റിഫിക് ഫാക്ട് വരുമ്പോൾ നിങ്ങൾ വെർബിൻ്റെ ഒന്നില്ലെങ്കിൽ V1 ഫോം അല്ലെങ്കിൽ എസ് ഫോം, അഥവാ ബോയിൽ എന്നോ അല്ലെങ്കിൽ ബോയിൽസ് എന്നോ പറയാൻ പാടുള്ളൂ. ബോയിൽ എന്ന് പറയേണ്ടത് കൗണ്ടബിൾ നൗണ് പ്ലൂറലിനൊപ്പാണ്. ബോയിൽസ് എന്ന് പറയേണ്ടത് കൗണ്ടബിൾ നൗൺ സിംഗുലറിൻ്റെ ഒപ്പവും അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പവും. അപ്പോൾ ഇവിടെ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്. പക്ഷേ എനിക്കിപ്പോൾ ഉള്ളത്, ഞാനിങ്ങനെ വീട്ടിൻ്റെ അവിടെ ഇരിക്കുകയാണ്. ഇപ്പം ആണുങ്ങളാണ് പണിയൊന്നും ചെയ്യില്ല അല്ലേ? പെണ്ണുങ്ങളോട് പണി ചെയ്യാൻ പറയും. ഇപ്പം ഞാനിന്ന് ഒരു കവിത കേട്ടിട്ടേ ഉള്ളൂ. ഒരു വാക്ക് അല്ലേ, ഒരു വാക്ക്, നിങ്ങൾ ഇടയ്ക്കൊക്കെ കവിതയൊക്കെ കേൾക്കാം. ഒരു വാക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളും പുരുഷന്മാരൊക്കെ കേൾക്കേണ്ട ഒരു വാക്ക് കൂടി ചേർത്താൽ ആ കവിത പൂർത്തിയാകുമായിരുന്നു. ഒരൊറ്റ വാക്ക് കൂടി ചേർത്താൽ ആ കവിത പൂർത്തിയാകുമായിരുന്നു. അപ്പം ഇങ്ങനെ എല്ലാ വാക്കുകൾ. പക്ഷേ എന്തു ചെയ്യുന്നു? ഇങ്ങനെയാണ് ആ വാക്ക്. കടുക് വറുത്തിട്ടപ്പോൾ അതിൽ നിന്നൊരു തുള്ളി ശരീരത്ത് പതിച്ചപ്പോൾ ആ നീറ്റലിൽ ആ വാക്ക് മാഞ്ഞുപോയി. പെട്ടെന്ന് മഴ വന്നപ്പോൾ ആ മഴയത്ത് ഒരൊറ്റ വാക്ക് കൂടി വേണ്ടിയിരുന്നുള്ളൂ. ഇട്ട തുണികൾ അല്ലേ, നമ്മൾ ഈറനായ തുണികൾ നമ്മൾ അഴുക്കോലിട്ട് ഇങ്ങനെയല്ലട്ട ആ കവിത, ഏകദേശം അഴുക്കോലിട്ട തുണികൾ എടുക്കാൻ ഓടിപ്പോയപ്പോൾ ആ വാക്ക് ആ മഴയത്ത് പോയി. ഒരു വാക്കുകൂടി ചേർത്താൽ ആ കവിത പൂർത്തിയാകുമായിരുന്നു. പക്ഷെ ആ സ്ത്രീക്ക് ആ പണിത്തിരക്കിനിടയിൽ, അവരുടെ നിത്യജീവിതത്തിനിടയിൽ ആ കവിത പൂർത്തിയാക്കാൻ പറ്റില്ല. ആ വീട്ടിനകത്തായതുകൊണ്ട് അവർ നിരന്തരം ജോലിയിലാണ്. ഒടുവിൽ എന്ത് ചെയ്തു വെച്ചാൽ ആ കവിത വീടിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ കവിത അവസാനിപ്പിക്കുക. അപ്പം ഇതിനിടയിൽ ചെറുതായിട്ടൊന്ന് കേട്ടതാണ്, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ ഇവിടെ അത്രേ പറഞ്ഞുള്ളൂ. നോക്കൂ, നമ്മളിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാവും അവിടെ അല്ലേ? ചിലപ്പോൾ ഡൈനിങ് ഹാളിൽ ഇരിക്കുകയാവും, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത് ഭാര്യ ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അത് ഓഫാക്കാനും നിൽക്കില്ല. അപ്പം നമ്മളെന്താ പറയുക? ലുക്ക്, നോക്ക്, എന്താ പറയുക? വാട്ടർ ഈസ് ബോയിലിംഗ്.
അവിടെ ഞാൻ ബോയിൽസ് എന്നല്ല ഉപയോഗിച്ചത്. എന്താണ് ഉപയോഗിച്ചത്? ഈസ് ബോയിലിംഗ് എന്നാണ് ഉപയോഗിച്ചത്. എന്താ ഉപയോഗിച്ചത്? ഈസ് ബോയിലിംഗ്. ഈസ് ആം ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഈസ് ബോയിലിംഗ് എന്നാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാ? ഇപ്പൊ നടക്കുന്ന കാര്യം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസിന്റെ ഫോമാണ് ഈസ് ആം ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. മൺസൂണിൽ മഴ പെയ്യുന്നു എന്ന് പറയാൻ റെയിൻസ് ഇൻ മൺസൂൺ. എന്നാൽ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് എന്ന് പറയാൻ ഈസ് റെയിനിങ് നൗ. ഇതാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാൻ നമ്മൾ V1 ഓർ S ഫോം ഉപയോഗിക്കും. അത് ഇന്നലെയും ഇന്നും നാളെയും നടക്കുന്ന, സ്ഥിരമായി ആവർത്തിക്കുന്ന, അതല്ലെങ്കിൽ ഒരു സയന്റിഫിക് ഫാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ആയിരിക്കാം. ഐ ബ്രഷ് മൈ ടീത്ത് എവറി ഡേ, എല്ലാ ദിവസവും. അപ്പം അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഉപയോഗിക്കേണ്ടത് V1 ഓർ S ഫോം ആണ്. എപ്പോഴാണ് V1 ഉപയോഗിക്കുക? അതായത് വെറും റെയിൻ എന്ന് ഉപയോഗിക്കുക. അത് സബ്ജക്റ്റ് സിംഗുലർ ആവരുത്, പ്ലൂറൽ ആവണം. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേസമയം സബ്ജക്റ്റ് അൺകൗണ്ടബിൾ നൗണോ സബ്ജക്റ്റ് കൗണ്ടബിൾ സിംഗുലർ നൗണോ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വെർബിന്റെ S ഫോം ആണ്. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ, സയന്റിഫിക് ഫാക്ട്സ്, എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, അവിടെ റിവോൾവ് ആണ്. റിവോൾവ്സ് ഉപയോഗിക്കാൻ കാരണം എർത്ത് സിംഗുലർ ആണ്. സ്ഥിരമായി ഭൂമി ചുറ്റുന്നു, സൂര്യന് ചുറ്റും. ഇന്നലെയും ചുറ്റിയിട്ടുണ്ട്, ഇന്നും ചുറ്റിയിട്ടുണ്ട്, നാളെയും ചുറ്റിയിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ V1 ഓർ S ഫോം ആണ് ഉപയോഗിക്കുക. അതേസമയം ഇപ്പൊ നടക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഈസ് ആം ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഈസും ആമും ആരും ഒന്നിച്ചെടുക്കരുത്. സിംഗുലർ ആണെങ്കിൽ ഈസ് എടുക്കുക. ആം എടുക്കേണ്ടത് ഫസ്റ്റ് പേഴ്സന്റെ ഒപ്പമാണ്. ആർ എടുക്കേണ്ടത് സെക്കൻഡ് പേഴ്സന്റെ ഒപ്പവും. അതുപോലെ തന്നെ പ്ലൂരൽ സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോഴുമാണ്. ഓർക്കുക, ഇത് രണ്ടുമാണ് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസ് എന്നും പറയുന്നത്. ഇനി നമുക്ക് ഈ ക്ലാസ്സും കൂടി കേൾക്കുമ്പോൾ, പിന്നീട് നോട്ടും കൂടി വായിക്കുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ വിരാമമാവും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ ഇവിടെ നോക്കൂ, യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ്. ഇവിടെ വെർബ് വന്നിട്ടുള്ളത് പ്ലേ എന്നാണ്. അത് പ്ലേ വരാനുള്ള കാരണം യൂഷ്വലി, ഇതിനെ കീവേഡ് എന്ന് കണ്ടോളൂ. യൂഷ്വലി ഒക്കെ വന്നു കഴിഞ്ഞാൽ 90% സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. പതിവായി നടക്കുന്ന കാര്യമാണ്. ഇന്നലെയും ഇന്നും നാളെയൊക്കെ അതാ നടക്കാൻ പോണത്. സാധാരണയായിട്ട് അവർ ക്രിക്കറ്റാണ് കളിക്കാറ്. ബട്ട് നൗ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ദിവസമാകാം. ഈ ദിവസമാകുമ്പോൾ ഇന്നലെ പാസ്റ്റ് ആണ്, നാളെ ഫ്യൂച്ചറാണ്. നിങ്ങൾ ആ വാക്കിന്റെ മുകളിൽ കയറി പഠിക്കരുത് കേട്ടോ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കാണുന്നതിനനുസരിച്ചിട്ടാണ്. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ തന്നെ നിങ്ങൾ കാണുന്നതിനനുസരിച്ചിട്ടാണ്. ഈ ദിവസത്തെയാണ് നിങ്ങൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഇന്ന് നല്ല ദിവസമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്ന് ഈ ദിവസമാണ്. ഈ നിമിഷം എനിക്ക് ആനന്ദകരമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നിമിഷത്തെയാണ്. കഴിഞ്ഞു പോയ നിമിഷം എന്താണെന്ന് അതിൽ സൂചന ഇല്ല. അത് പാസ്റ്റാണ്. വരാൻ പോകുന്ന സെക്കൻഡ് ഫ്യൂച്ചറാണ്. ഈ വർഷം ഉണ്ടല്ലോ, PSCയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് ആണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ആണ് പാസ്റ്റ്, ഈ വർഷം പ്രസന്റ് ആണ്. നിങ്ങൾ ആ സമയത്തെ എങ്ങനെ എടുക്കുന്നു? ഇപ്പൊ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ടെമ്പററി പീരീഡ് ആണ്. ഈ നിമിഷം എന്ന് പറഞ്ഞാൽ ഈ കുറഞ്ഞ കാലത്തെ നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഒരു നിമിഷം, ഈ ഒരു മാത്ര ഒരു ടെമ്പററി മൊമെന്റ് ആണ്. അതല്ലെങ്കിൽ ഈ ആഴ്ച എന്ന് പറയുമ്പോൾ നീണ്ട പല ആഴ്ചകൾക്കിടയിൽ ഈ ആഴ്ച ഒരു ടെമ്പററി സമയമാണ്. അങ്ങനെ ടെമ്പററി ആയ ഒരു കാര്യം പറയാൻ, അതല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം പറയാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈസ് ആം ആർ പ്ലസ് ing ഫോം. പക്ഷെ ഇവിടെ യൂഷ്വലിയാണ്. പതിവായി നടക്കുന്ന കാര്യം നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് പറയുക. അതിനുപയോഗിക്കുന്ന വെർബ് V1 ഓർ S ഫോം ആണ്. ഇവിടെ ദേ ആയതുകൊണ്ട് S ഉപയോഗിക്കാൻ പറ്റില്ല, V1 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്ലേ എന്നാണ്. ബട്ട് നൗ, അത് കീവേഡ് ആണ്. നൗ വന്നു കഴിഞ്ഞാൽ ഈസ് ആം ആർ പ്ലസ് ing ഫോം ആണ്. ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ നൗവിനെ ആ കീവേഡായി കാണുക. അപ്പോൾ ദേ കഴിഞ്ഞിട്ട് ഈസ് ആം ആറിലൊന്ന് വേണം. ദേൻ്റെ ഒപ്പം ഈസ് ഉപയോഗിക്കാൻ പറ്റില്ല, ആറ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്കറിയാം. ദേ ആർ, അത് കഴിഞ്ഞ ing ഫോം പ്ലേയിങ്. അതുകൊണ്ട് ദേ ആർ പ്ലേയിങ് ആണ് ഉത്തരം. സോ സിമ്പിൾ അല്ലേ? അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ,
ഇതിനു വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. സ്ഥിരമായി നടക്കുന്ന കാര്യം, യൂഷ്വലി, ആൾവേസ്, എവരിഡേ പോലുള്ള വാക്കുകൾ വന്നാൽ ഒരു കാര്യം പതിവായി സംഭവിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. അതിൻ്റെ ഫോം ഞാൻ നേരത്തെ പറഞ്ഞു, V1 ഓർ S ഫോം. അതാണ് നമ്മളവിടെ ഉപയോഗിക്കുന്ന ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കീവേഡ്സ് ഞാൻ നോട്ട് വിശദമായി തരാം. യൂഷ്വലി, ഓഫൺ, ആൾവേസ്, എവരിഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ, ഓൺ മൺഡേസ് എന്ന് പറഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചകളിലും, ഓൺ മൺഡേ എന്നല്ല പറഞ്ഞിട്ടാ, ഓൺ മൺഡേസ്, ഓൺ ട്യൂസ്ഡേസ്, സംടൈംസ്, സെൽഡം, റെയർലി, നെവർ, ജനറലി, റെഗുലർലി. 90% സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. പെട്ടെന്ന് കണ്ടെത്താനുള്ള ട്രിക്കാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പെട്ടെന്ന് കണ്ടെത്താനുള്ള ട്രിക്കാണ്. മനസ്സിലായോ? പെട്ടെന്ന് കണ്ടെത്താനുള്ള ട്രിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യത്തെ കണ്ടെത്താൻ പറ്റും എന്നർത്ഥം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റാവുന്ന കോമൺ ആയിട്ടുള്ള എന്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്? കോമൺ ആയിട്ടുള്ള എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ള കീവേഡ്. ആ കീവേഡ് നോട്ടിൽ നിങ്ങൾക്ക് വിശദമായി തരും. അത് കണ്ടാൽ സിമ്പിൾ പ്രസന്റ് ആവും എന്ന് വിചാരിക്കുക. സിമ്പിൾ പ്രസന്റിന് 2 ഫോമുകളാണുള്ളത്. ഒരു ഫോം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോം എന്ന് പറയുന്നത് ഓർക്കുക, അത് എസ് ഫോം ആണ്. എസ് ഫോം അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം, വാട്ടർ പോലെയുള്ള അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം, നമുക്ക് എണ്ണാൻ പറ്റാത്തതിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ നൗൺ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എസ് ഫോം. അതല്ലെങ്കിൽ അതായത് പ്ലേസ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റെയിൻസ് എന്ന് ഉപയോഗിക്കാം. അതേസമയം നിങ്ങൾ ഓർക്കുക, എന്താകുമ്പോൾ ഇതിന് പകരം നിങ്ങൾ എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? പ്ലൂരലോ ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വെർബിൻ്റെ റൂട്ട് ഫോം പ്ലേ എന്ന് മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ റെയിൻ എന്ന് ഉപയോഗിക്കുക. അതിൻ്റെ ബേസ് ഫോം മാത്രം ഉപയോഗിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കീവേഡ് എന്താ? പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കീവേഡ് വരുന്നത് നൗ കണ്ടാൽ, റൈറ്റ് നൗ കണ്ടാൽ, അറ്റ് ദ മൊമെന്റ് കണ്ടാൽ, കറന്റ്ലി വന്നാൽ, ടുഡേ വന്നാൽ, ദിസ് വീക്ക് വന്നാൽ, ദിസ് മന്ത് വന്നാൽ, ദിസ് ഇയർ വന്നാൽ, ലിസൺ, ലുക്ക് ഒക്കെ കണ്ട പൂശി വിട്. ഈസ്, ആം, ആർ പ്ലസ് ing ഫോം ഓഫ് ദ വർഡ് ആണ് അതിൻ്റെ ട്രിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടു എന്താ? നൗ എന്ന് കണ്ടു. നിങ്ങൾ ഉറപ്പിച്ചു ഈസ്, ആം, ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. നോക്കുമ്പോൾ ഇവിടെ വേറാണ്, നടക്കില്ല. ഈസോ ആമോ ആറോ വരണം. ഇവിടെ ഹാവ് ആണ്. ഇവിടെ ഈസു ആമും ആരും ഇല്ല. ഇതാ വരുന്നു ആർ പ്ലേയിങ്. കഴിഞ്ഞില്ലേ? 3 സെക്കൻഡ് റൂൾ. കീവേഡ് വന്നാൽ ഏതാ കീവേഡ് എന്നുള്ളത് ഞാൻ നോട്ടിൽ തരും. ഞാൻ ഇപ്പം നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. ഏതാ കീവേഡ് എന്നുള്ളത് നോട്ടിലുണ്ടായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ, ആക്ഷൻ ഹാപ്പനിങ് നൗ ആണ് നമ്മൾ പറഞ്ഞത്. നൗ, അറ്റ് ദ മൊമെന്റ്, ലിസൺ, ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ്. അവനെ ഇവിടെ നോക്കൂ. മൈ സിസ്റ്റർ യൂഷ്വലി, യൂഷ്വലി പതിവായി. സിമ്പിൾ പ്രസന്റേ വരുള്ളൂ. എസ് ഫോമോ V1 ഫോമോ വരുള്ളൂ. അപ്പൊ എസ് ഫോം ആണോ V1 ഫോം ആണോ എന്ന് അറിയാൻ സബ്ജക്റ്റ് നോക്കുക. മൈ സിസ്റ്റർ സിംഗുലർ ആണ്, എസ് ഫോമേ വരുള്ളൂ. മൈ സിസ്റ്റർ യൂഷ്വലി എസ് ഫോമേ വരുള്ളൂ. അപ്പൊ സ്പീക്സേ വരുള്ളൂ ആദ്യം. ഈ സ്പീക്കിംഗ് ഒന്നും വരില്ല, സ്പീക്സേ വരുള്ളൂ. എയോ സിയോ മാത്രമേ വരുള്ളൂ. ഒരു 2-3 സെക്കൻഡുള്ളിൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ ടാർഗറ്റ് ചെയ്തു. ഇനി എന്താ? ബട്ട് ഇൻ ദിസ് വീഡിയോ, ദിസ് ഞാൻ പറഞ്ഞു, ദിസ് എന്ന് വരുമ്പോ അതെന്താണ്? നൗനെ സൂചിപ്പിക്കുക. അപ്പൊ അവിടെ ഈസ്, ആം, ആർ പ്ലസ് ing ഫോമേ വരുള്ളൂ. അപ്പൊ ഇതിൽ നോക്കൂ, ഈ സ്പീക്സ് വരുന്ന എയോ സിയിലോ ഈ സ്പീക്കിംഗ് ഇവിടെ വരുന്നുള്ളൂ. ഇനി വേറെ ഒരു കൺഫ്യൂഷനും വേണ്ട. കണ്ണും ചീമ്പി എന്ത് കൊടുക്കാം? ഈസ് കൊടുക്കാം. എന്തുകൊണ്ട് ഇവിടെ ഇൻ ദിസ് വീഡിയോ കാൾ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ഒരൊറ്റ വീഡിയോ കാളേ ഉള്ളൂ അല്ലേ? അപ്പൊ അവിടെ ഇൻ ഈ സ്പീക്കിംഗ് എന്നാണ് വരിക. അടുത്ത ചോദ്യം നോക്കൂ. ലുക്ക്, ലുക്ക് ഞാൻ പറഞ്ഞു, ലുക്ക്, ലിസൺ, ഇതൊക്കെ ഇപ്പം നടക്കണ കാര്യമാണ്. അപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കേണ്ടത്. ഈസ്, ആം, ആർ പ്ലസ് ing ഫോമാണ്. നമ്മളിവിടെ നോക്കി, ഇവിടെ രണ്ടോടത്തും ഈസ് ട്രൈയിങ് ആണ്. എയോ സിയോ വരുള്ളൂ. ഇവിടെ ട്രൈസ് ആണ്, വരില്ല. അപ്പൊ എയോ സിയോ ആണ് വരിക. ഹി നോർമലി യൂഷ്വലി വന്നാൽ എന്താ വരിക? സിമ്പിൾ പ്രസന്റ്. അപ്പൊ എസ് ഫോം അല്ലെങ്കിൽ എന്ത് ഫോം? V1 ഫോം. ഈ രണ്ടോടത്തും എസ് ഫോം എവിടെയാണ് വരുന്നത്? ഇവിടെ ഫോളോസ്. അല്ലെങ്കിൽ V1 ഫോം. V1 ഫോം ഇവിടെ വരില്ല, ഹി ആയതുകൊണ്ട്. സോ ഓപ്ഷൻ എ. നോക്കൂ,
3 സെക്കൻഡ് റൂൾ എന്ന് ഞാൻ വിളിക്കും. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? നമുക്ക് അടുത്ത ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ പൊളിച്ചിറക്കി പോവാം. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്യേ. ഈ 3 സെക്കൻഡ് റൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. അടുത്ത ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുകയാണ്. ദേ റെയർലി വിസിറ്റസ്. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക. അതായത് ഇത് കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ രണ്ടാളും കൂടി ഉത്സവപ്പറമ്പിലാണ്. നമ്മുടെ നാട്ടിൽ പൂരമൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പാപ്പനിക്കാവ് പൂരം എല്ലാവരും എത്തുന്ന പൂരാണ്. ഒരു നൊസ്റ്റാൾജിയാണ് നമുക്കല്ലേ. പണ്ടത്തെ പോലെ കാഴ്ചകളിലൊന്നും നമുക്ക് അത്ര രസമല്ലെങ്കിലും നമുക്ക് പരിചയക്കാരെയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നൊസ്റ്റാൾജിയാണത്. ആ നൊസ്റ്റാൾജിയയിൽ നമ്മൾ എത്തുന്നു. ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും. പെൺകുട്ടികളാണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ വേറെ പല സ്ഥലങ്ങളിലും ജോലിയൊക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ നാട്ടിൽ തന്നെ ആയിരിക്കും. പക്ഷെ ജോലി തിരക്ക് കാരണം, PSC പഠനം കാരണമൊന്നും അധികം പുറത്തുണ്ടാകുന്നുണ്ടാവില്ല. പൂരത്തിൻ്റെ അന്ന് നമ്മളൊന്ന് വിശദമായിട്ടൊക്കെ പുറത്തിറങ്ങി. അപ്പോഴാണ് നിങ്ങൾ സാജനെ കാണുന്നത്. ഞങ്ങൾക്ക് ഉറപ്പില്ല സാജനാണോ എന്ന്. അപ്പുറത്താണ് സാജനെ കാണുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ ആദ്യം ഒന്ന് ഷൗട്ട് ടു ഹിം. സാജൻ അപ്പുറത്താ. ഷൗട്ട് ടു എന്നാ പറയാട്ടോ. ഇപ്പോൾ പറയാം ഷൗട്ട് അറ്റ് അല്ല. ഷൗട്ട് അറ്റ് എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമ്പോഴാണ്. ഞങ്ങളൊരാളോട് ഷൗട്ട് അറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം കൊണ്ടാണ്. ഷൗട്ട് ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഷൗട്ട് അറ്റും ഷൗട്ട് ടുവും തമ്മിൽ വ്യത്യാസം. ഞങ്ങൾ ഷൗട്ട് ടു ഹിം. നിങ്ങൾ അവനോട് ഷൗട്ട് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കും, സാജൻ, നമ്മളൊപ്പം പഠിച്ച സാജൻ അല്ലേ അത്? ആ അല്ലേ അത് എന്ന് ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, സാജനാണോ അല്ലേ അത്? സാജൻ അല്ലേ ആണോ അത്? നോക്കൂ, സാജനാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അല്ലേ അത് എന്നാണ് ചോദിച്ചത്. സാജൻ അല്ലേ, അപ്പോഴാണ് നിങ്ങൾ ആണോ അതോ എന്ന് ചോദിച്ചത്. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ്. ആ രണ്ടാമത് വരുന്ന സാധനം ഒരു സ്റ്റേറ്റ്മെന്റ്. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ്. ദാറ്റ് ഇത്ര ഡിഫറൻസ് ഉള്ളൂ. ആ ഡിഫറൻസിനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അവിടെ ആദ്യം ഡിഫറൻസ് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ അല്ല സ്റ്റേറ്റ്മെന്റ് ആണോ തന്നിട്ടുള്ളത്? ആദ്യം പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ്. ഇനി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? ഈ ക്വസ്റ്റ്യൻ ടാഗിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? സിമ്പിളായിട്ട് ആവർത്തിച്ച് വരുന്നതാണ്. ക്വസ്റ്റ്യൻ ടാഗിനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എളുപ്പമാണ്. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് ഒരു നെഗറ്റീവ് ടാഗ്, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന് പോസിറ്റീവ് ടാഗ്. എന്നിട്ട് നിങ്ങൾ അവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഏതാ ഓക്സിലറി വെർബ് എന്ന് ഞാൻ പറയാം. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഓക്സിലറി വെർബ് സാധാരണ വരുന്ന ഓക്സിലറി വെർബാണ് ഞാൻ പറയുന്നത്. സ്റ്റേറ്റ്മെന്റിൽ ഈസ് ഉണ്ടോ, ആർ ഉണ്ടോ, വാസ് ഉണ്ടോ, വേർ ഉണ്ടോ, ഹാസ് ഉണ്ടോ, ഹാവ് ഉണ്ടോ, ഹാഡ് ഉണ്ടോ, വില്ലുണ്ടോ, വുഡ് ഉണ്ടോ, ക്യാൻ ഉണ്ടോ, കുഡ് ഉണ്ടോ, മേ ഉണ്ടോ, മൈറ്റ് ഉണ്ടോ, മസ്റ്റ് ഉണ്ടോ, ഷുഡ് ഉണ്ടോ നോക്കുക. അതാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ആ ഓക്സിലറി വെർബിനെ പിടിക്കുക. ഇനി ചിലപ്പോൾ ഓക്സിലറി വെർബ് ഉണ്ടാവില്ല. ഈ ചകുത്തന്മാർ, കുട്ടിച്ചാത്തന്മാരൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ സാധാരണ വെർബിന്റെ ഒപ്പം വരുന്ന കുട്ടിച്ചാത്തന്മാരാ. ഇവരൊന്നും ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താ? അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡു ഓർ ഡസ് ഉപയോഗിക്കുക. അത് സിമ്പിൾ പ്രസന്റിനാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ സെക്കൻഡ് ഫോം. അപ്പൊ പ്ലേ, പ്ലേസ്, അത് സിമ്പിൾ പ്രസന്റാ. പ്ലേഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫോമാണ്. സെക്കൻഡ് ഫോം ആണെങ്കിൽ നിങ്ങൾ, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെന്റൻസിൽ എന്തില്ല, ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ വെർബിന്റെ സെക്കൻഡ് ഫോം ആണെങ്കിൽ ഡിഡ് ഉപയോഗിക്കുക. ഫസ്റ്റ് അതേസമയം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ V1 ആണെങ്കിൽ ഡൂവും, എസ് ഫോം ആണെങ്കിൽ ഡസ് ഉപയോഗിക്കാം. ഈ റൂള് നിങ്ങൾക്ക് നോട്ട് കിട്ടും. ഇതൊരു 5-6 ചോദ്യങ്ങളിൽ നിങ്ങൾ പ്രയോഗിച്ചാൽ മതി, നിങ്ങളുടെ മനസ്സിലെത്തും. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. അതായത് നോ ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം. ഇനി അടുത്തത് ഒരു പ്രൊനൗണും വേണം. അപ്പോൾ ഓക്സിലറി വെർബ് വേണം, ചിലപ്പോൾ നോട്ട് വേണം. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നോട്ട് വേണം. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് വേണ്ട, നോട്ട് വേണ്ട. അത് കഴിഞ്ഞാൽ ഒരു പ്രൊനൗൺ വേണം. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഒരു നൗണിന് പകരം നിൽക്കുന്നത്. ഇപ്പൊ രമ്യ അതിന് പകരം നിൽക്കുന്നതാണ് ഷീ, രാഘവൻ അതിന് പകരം നിൽക്കുന്നതാണ് ഹി, ക്യാറ്റ് അതിന് പകരം നിൽക്കുന്നതാണ് ഇറ്റ്. നമ്മൾ രാഘവനും രമ്യയും കേശവനും അവർക്കൊക്കെ പകരം നിൽക്കുന്നതാണ് ദേ. ഞാനും രാഘവനും കേശവനും, അപ്പോൾ വി ഞങ്ങൾ, നിങ്ങൾ
രമ്യനെ ഞാൻ കണ്ടു, നിങ്ങൾക്ക് പകരം നിൽക്കുന്നതാണ് യു, എനിക്ക് പകരം നിൽക്കുന്നതാണ് ഐ. ഇങ്ങനെയുള്ള പ്രൊനൗണെ അവിടെ ഉപയോഗിക്കാൻ പാടും, അല്ലാതെ ആളുടെ പേരൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയർ? ഈ പ്രൊനൗണുകളിൽ ഒന്നും ഉപയോഗിക്കുക. 3 ആള്, ഒരാൾ നിർബന്ധമല്ല. ഒന്ന് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നോട്ട് വേണം, ചിലപ്പോൾ നോട്ട് വേണ്ട. സന്ദർഭം ഞാൻ പറഞ്ഞു. പ്ലസ് ആരും വേണം, പ്രൊനൗണും വേണം. ക്വസ്റ്റ്യൻ ടാഗ് ആയി മക്കളെ. ഇനി നോക്ക്, ഇനി നമുക്ക് നോക്കാം. യു ആർ സ്റ്റഡിയിങ്. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഉണ്ട്. ആറാണ്. സെന്റൻസിൽ നോട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് വേണം. ആർ പ്ലസ് നോട്ട്, ആറിൻ്റെ ആ ഓ ആണ്ട് എടുത്ത് മാറ്റിയിട്ട്, നോട്ടിലെ ഓ എടുത്ത് മാറ്റിയിട്ട് ഒരു അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കുക. അപ്പൊ ആറിൻ്റെ എന്ത് കിട്ടി? ആറിൻ്റെ യു എന്ന് കിട്ടി. കാരണം യു ആരാ? ഇവിടെ ആറിൻ്റെ യു എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രൊനൗൺ. ഇനി അടുത്തു ഷീ ലൈക്സ് കോഫി. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് കാണുന്നില്ല, ലൈക്സ് ആണ്. ലൈക്സ് വരുമ്പോൾ ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ ഡസ്. ഇവിടെ നോട്ട് ഇല്ലാത്തതുകൊണ്ട് ഡസിൻഡ്. ഇനി ഇവിടുത്തെ പ്രൊനൗൺ ഏതാ? ഷീ. ദേ ഫിനിഷ്ഡ് ദ വർക്ക്. ഇവിടെ ഫിനിഷ്ഡ് ആണ്, ഹെൽപ്പിംഗ് വെർബ് ഇല്ല, സെക്കൻഡ് ഫോം ആണ്. അപ്പം ഡിഡ്. ഇനി നോട്ട് ചേർക്കുക, അപ്പം ഡിഡിൻഡ്. കാരണം ഇവിടെ സെന്റൻസിൽ നെഗറ്റീവ് ഇല്ല, ഡിഡിൻഡ് ദേ. ഇനി നെഗറ്റീവ് ആണെങ്കിലോ ഹീ ഈസ് ഇൻ കമ്മിങ്, ഹെൽപ്പിംഗ് വെർബ് ഈസ്, നോട്ട് വരുന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് വേണ്ട, ഈസ് ഹീ. യു ഡോണ്ട് സ്മോക്ക്, ഹെൽപ്പിംഗ് വെർബ് ഡു, നോട്ട് വരുന്നുണ്ട് സെന്റൻസിൽ, അപ്പോൾ ഇവിടെ ഡു യു. ദേ ഡിഡിൻഡ് കാൾ, ഡിഡ് ദേ. എന്നാൽ ചില സമയത്ത് ഈ നോട്ട് ഇല്ലാത്ത സാധനങ്ങൾ വരും, ചില കണ്ടീഷൻ വരും. അല്ലെങ്കിൽ ഇപ്പോൾ അയാം എന്ന് വന്നു കഴിഞ്ഞാൽ ആമിന് പകരം നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ടാഗിൽ ആം ഉപയോഗിക്കാൻ പാടില്ല. ആമിന് പകരം ആറാണ് ഉപയോഗിക്കേണ്ടത്. ഐ ആം ലേറ്റ്, ആമിന് പകരം നിങ്ങൾ 6 കൊടുക്കണം. ആറിൻ്റെ ഐ എന്നുള്ളത് ഐ. ഇനി ഇമ്പരേറ്റീവ് സെന്റൻസ് ഉണ്ട്. എന്താണെന്നുള്ളത് ഞാൻ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് ഒന്നും കൊണ്ടാൽ നിങ്ങൾക്ക് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്താണ്, സിമ്പിൾ സെന്റൻസ് എന്താണ്, കോമ്പൗണ്ട് എന്താണ്, കോംപ്ലക്സ് എന്താണ്, ഫൈനൈറ്റ് വെർബ് എന്താണ്, ക്ലോസ് എന്താണ്, ഫ്രേസ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എളുപ്പമായി. ഒറ്റ ക്ലാസ് കൊണ്ട് അത് തീരും. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ നോട്ട് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓപ്പൺ ദ ഡോർ, ഇത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ആ ഇമ്പരേറ്റീവ് സെന്റൻസ് വന്നാൽ വിൽ യു. ഇമ്പരേറ്റീവ് സെന്റൻസ് വന്നാൽ വിൽ യു. ലെറ്റസിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഷാൾ ബി. ലെറ്റസിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഷാൾ ബി. ട്രിക്സ് ആണ് ഞാൻ പറയുന്നത്. ഇൻഡെഫിനൈറ്റ് പ്രൊനൗൺസ് വരും. നോബഡി കംസ്. അപ്പൊ അവിടെ നിങ്ങൾ എന്താ ചേർക്കേണ്ടത്? ഹീ ആണോ ഷീ ആണോ? അല്ല, നോബഡി വന്നാൽ ദേ, പ്രൊനൗൺ ദേ ആയിരിക്കും. സെമി നെഗറ്റീവ് വേർഡ്സ് ഉണ്ടായിരിക്കും. റെയർലി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ റെയർലിനെ നിങ്ങൾ നോട്ടായിട്ട് കരുതണം. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് പാടില്ല. യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ ഡിഡിൻഡ് ഷീ. നോട്ട് ഞാൻ തരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ട്രിക്ക് എന്താണെന്ന്. പക്ഷെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവില്ല. നോട്ടിൽ നോക്കി പഠിക്കുക. യു ഹാവിൻറ്റ് സീൻ ദിസ് മൂവി. അപ്പൊ നമ്മൾ ആദ്യം ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഉണ്ട്, ഹാവ്. ക്ലിയർ? ഇനി സെന്റൻസിൽ നോട്ട് ഉണ്ടോ? അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് വേണ്ട, അപ്പൊ ഹാവ് മാത്രം മതി. ഇനി പ്രൊനൗൺ ആരാ? യു. ഹാവ് യു. കഴിഞ്ഞു, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഷീ ക്യാൻ സിങ് വെരി വെൽ. ദാ ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ട്, ക്യാൻ. ഓക്സിലറി വെർബിന്റെ ലിസ്റ്റ് ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്, നോട്ടിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ക്യാൻ വേണം. ഇനി സെന്റൻസിൽ ആരുണ്ടോ എന്നാണ് ചോദ്യം. സെന്റൻസിൽ നോട്ട് ഉണ്ടോ? ഇല്ല. അപ്പോ ക്യാനിന്റെ ഒപ്പം നോട്ട് വേണം. കാണ്ട്. ആരാ പ്രൊനൗൺ? ഷീ. കാണ്ട് ഷീ. കിട്ടിയില്ലേ? കാണ്ട് ഷീ. ഇതൊക്കെ നമ്മൾ തെറ്റിച്ചാലോ? ഇത്ര സിമ്പിളാണ്. ലെറ്റസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണും ചിമ്മിഞ്ഞും ഒന്നും ആലോചിക്കണ്ട, ഷാൾ ബി കൊടുത്തേക്ക്, കഴിഞ്ഞു. ഇത്ര എളുപ്പ. ഹി സെൽഡം കംപ്ലൈൻസ്. സെൽഡം എന്ന് പറഞ്ഞാൽ സെമി നെഗറ്റീവ് ആണ്, അത് ഓർക്കുക. ഇവിടെ ആണെച്ചാൽ ഓക്സിലറി വെർബിനെ കാണാനില്ല. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ്. എസ് ഫോം ആണെങ്കിൽ ഡസ്. സെൽഡം വന്നതുകൊണ്ട് സെന്റൻസിൽ നെഗറ്റീവ് ഉണ്ട്, സെമി നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഡസ് മതി, നോട്ട് വേണ്ട. ഡസ്. ഇനി ഹെൽപ്പിംഗ് വെർബ് ആരാ? ഹി. ഡസ് ഹി. ഐ ആം അലൗഡ് ടു ലീവ് നൗ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ആം ആണ്. ആം വന്ന ക്വസ്റ്റ്യൻ ടാഗിൽ 6 ഉപയോഗിക്കാൻ പാടൂ. അപ്പൊ 6. ഇവിടെ നോട്ട് വന്നിട്ടില്ല, അപ്പൊ ആറിൻ്റെ. ഇനി ആരാ പ്രൊനൗൺ? ഐ. ആറിൻ്റെ ഐ. യെസ്, ക്ലിയർ ആയല്ലോ? ഇതാണ് അവിടുത്തെ മെക്കാനിസം എന്ന് പറയുന്നത്. സോ അവിടെ ദേ റെയർലി വിസിറ്റസ്. നമുക്കിതിലേക്ക് പോവാം. ആ ചോദ്യ പേപ്പറിൽ വന്ന ചോദ്യം. ഇവിടെ റെയർലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, സെമി നെഗറ്റീവ് ആണ്. അങ്ങനെ വരുമ്പോ
ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൽ നോട്ട് വേണ്ട. ഇനി ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഡു ഡസ് ഡിഡ്. വിസിറ്റ് V1 ഫോം ആണ്, അതുകൊണ്ട് ഡു. ഇനി നെഗറ്റീവ് വേണ്ട, അതുകൊണ്ട് പിന്നെ ദേ ആണ് ചേർത്ത് കൊടുത്താൽ മതി. സോ എ ആണ് ഓപ്ഷൻ, ഡു ദേ. ദാറ്റ്സ് ആൾ. ഓക്കെ. അപ്പൊ റെയർലി, ഹാർഡ്ലി, സെൽഡം, സ്കേഴ്സിലി, നെവർ, ലിറ്റിൽ, ഫ്യൂ, നോബഡി, ഇതൊക്കെ നെഗറ്റീവ് വേർഡാണ് എന്ന് ഓർക്കുക. ഫ്യൂ ആണ്, എ ഫ്യൂ അല്ല. അപ്പോ നമുക്ക് നോക്കാം. ഇനി ഇവിടെ ഹി സെൽഡം കംസ് ലേറ്റ് എങ്ങനെയാ വരിക? ഹി സെൽഡം കംസ് ലേറ്റ്. സെൽഡം നെഗറ്റീവ് ആണ്, പാർഷ്യലി നെഗറ്റീവ് ആണ്, സെമി നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നോ വേണ്ട. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ? ഇല്ല. കംസ് ആണ്. കംസ് എന്ന് പറഞ്ഞാൽ എസ് ഫോം ആണ്. അപ്പൊ ഡസ് ഹി കഴിഞ്ഞു. ഇവിടെ ഡസ് ഹി ഉണ്ടോ? ദാ ഡസ് ഹി. ഇനി നോബഡി അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞിട്ട് നോബഡി വന്നാൽ ദേ ആണ് വരിക. നോക്കി, ഇവിടെയും ദേ ഉണ്ട്, ഇവിടെയും ദേ ഉണ്ട്, ഈ രണ്ട് ചങ്ങായിമാരും വരില്ല. ഇനി അറ്റൻഡഡ് ആണ്, ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല, അപ്പൊ ഡിഡ് ആണ് വേണ്ടത്. നോ വന്നതുകൊണ്ട് എന്ത് പാടില്ല? ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഡിഡ് ദേ കഴിഞ്ഞു. യെസ്, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്? ഒരു മിനിറ്റ്, എനിക്കൊരു സംശയം കേട്ടോ. യെസ്, ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്? ഒരു മിനിറ്റ് കേട്ടോ, 2-3 ക്വസ്റ്റ്യൻസ് വിട്ടുപോയിക്കിനെ. ഞാൻ നോട്ട് തരണ്ട്. 2-3 ക്വസ്റ്റ്യൻസ് വിട്ടുപോയിക്കണം, ഞാനതും വിട്ടുപോയി. ഓക്കെ, ഇനിയിപ്പോൾ അത് തപ്പാൻ സമയമില്ല. അത് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്, ആ നോട്ടിൽ നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. 2 ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്? ഇവിടെ നമ്മൾക്ക് സ്യൂട്ടബിൾ എന്താണ് വേണ്ടത്? റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഇവിടെ വരിക. ഹൂ എന്നാണ്. എങ്ങനെ മനസ്സിലാക്കാം ഇത് ഹൂ ആണെന്ന്? ഹൂ ആണോ ഹും ആണോ എന്ന് മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. ഇവിടെ ഹൂസ് എന്ന് പറഞ്ഞാൽ പൊസസീവ് ആണ്. ഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? അത് ഒബ്ജക്റ്റ് ആയി വരുമ്പോഴാണ്. ഹൂ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ്. വിച്ച് എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്തതിനൊക്കെയാണ് നമ്മൾ വിച്ച് ഉപയോഗിക്കുക. ഇവിടെ ഡു യു റിമെമ്പർ ദ പാസഞ്ചർ, യു എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒന്നായതുകൊണ്ട് അധികവും വിച്ച് വരില്ല അവിടെ. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നതെങ്കിലാണ് ഹൂസ് വരിക. ഇനി ഹൂവോ ഹുമോ ആണെന്നുള്ള സംശയം നമുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ നോക്കുക, ഹിം ട്രാവൽഡ് എന്നാണോ ഹീ ട്രാവൽഡ് എന്നാണോ പറയുക? ഹീ ട്രാവൽഡ് എന്ന് പറയാനല്ലേ എളുപ്പം. ഹിം ട്രാവൽഡ് കേൾക്കുമ്പോൾ തന്നെ ഒരു അരോചകത്തല്ലേ. ഹീ ആണെങ്കിൽ ഹൂ, ഹിം ആണെങ്കിൽ ഹും. അപ്പൊ നിങ്ങൾ ആ വിട്ടുപോയ ഭാഗത്ത് ഹീ ആണോ ഹിം ആണോ വെച്ച് പറയാൻ പറ്റുമോ നോക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ടായിരിക്കും. ഇത് നോക്കൂ, ഇത് നമുക്ക് എല്ലായിടത്തും പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ദ വുമൺ ഡാഷ് ഐ സോ ദ ലൈബ്രറി. ദ വുമൺ ഡാഷ് ഐ സോ ദ ലൈബ്രറി. നോക്കൂ, ഹി ഐ സോ എന്ന് പറയോ? ഇല്ല. വുമൺ ആവുണ്ട്, അതുകൊണ്ട് ഷീ എടുക്കാം. ഹെർ ഐ സോ എന്നല്ലേ പറയുള്ളൂ, ഷീ ഐ സോ എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും? ഹും ഐ സോ ദ ലൈബ്രറി എന്നാണ്. ഓക്കെ, അടുത്തത് നോക്കൂ. ദ ഓതർ ഡാഷ് ബുക്സ് ഹാവ് സോൾഡ് മില്യൺസ് ഓഫ് കോപ്പീസ്. ഹി ബുക്സ് എന്ന് പറയോ? ഹി ബുക്സ് കേൾക്കുമ്പോ തന്നെ പ്രശ്നമില്ലേ? അപ്പൊ ഹൂ വരില്ല. ഹിം ബുക്സ് എന്ന് പറയോ? പറയില്ല. ഹിസ് ബുക്സ് എന്ന് പറയും. ഹിസ് വരുമ്പോ ഹൂസ് ഉപയോഗിച്ചാൽ മതി. ഈ ടെസ്റ്റ് എടുത്താൽ മതി നിങ്ങൾ. ഹി ആണെങ്കിൽ ഹൂ, ഹിം ആണെങ്കിൽ ഹും, ഹിസ് ആണെങ്കിൽ ഹൂസ്. ഒരൊറ്റ ടെക്നിക്ക് എടുത്താൽ മതി, അവിടെ കിട്ടും. ദിസ് ഈസ് ദ ന്യൂ സ്മാർട്ട് ഫോൺ ഡാഷ് വാസ് ലോഞ്ച്ഡ് ലാസ്റ്റ് വീക്ക്. നോക്കൂ, ഹി വാസ് ലോഞ്ച്ഡ് ലാസ്റ്റ് വീക്ക്. ഏതിനെങ്കിലും നമ്മൾ വിക്ഷേപിക്കുകയോ ജീവനുള്ള സാധനത്തിനെ ലോഞ്ച് ചെയ്യോ? ഇല്ല. അപ്പൊ ഒരിക്കലും ജീവനുള്ള സാധനം അല്ലാത്തതുകൊണ്ട് ഹൂവോ ഹുമോ ഹൂസോ വരില്ല. അതുകൊണ്ട് അത് വിച്ചായിരിക്കും. ആ സ്മാർട്ട് ഫോണിനെ കുറിച്ചിട്ടാണ് വിച്ച് വാസ് ലോഞ്ച്ഡ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് എന്ന് പറയും അല്ലെ. ലോഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ വിക്ഷേപിക്കുകയാണ്, അല്ലെങ്കിൽ വിപണിയിലേക്ക് ഇറക്കി എന്നുള്ളതാണ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ആണ് വിപണിയിലേക്ക് ഇറക്കുക. അത് ജീവനില്ലാത്തതുകൊണ്ട് വിച്ചാണ്. മാർട്ടിൻ ate the dash amount of shawarma at the party. നോക്കൂ, ഇവിടെ നോക്കുക, he amount of the shawarma എന്ന് പറയോ?
പറയില്ല. സോറി, ഇവിടെ ചോദ്യം വേറെയിട്ടാ, ചോദ്യം വേറെയായി. ക്വസ്റ്റ്യൻ 83 എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലാണ്? ലിറ്റില്, ലെസ്, ലീസ്റ്റ് ഒക്കെയാണ് വരുന്നത്. അവിടെ എനിക്കൊരു പ്രശ്നം പറ്റില്ല. ശരിയാണ്. അപ്പോൾ മാർട്ടിൻ എയ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയോ നോക്കിയതാണ്. മാർട്ടിൻ എയ്റ്റ് എന്താണ്? ഓക്കെ, ഞാൻ ഒരു മിനിറ്റ്. യെസ്, മാർട്ടിൻ എയ്റ്റ് ദ ഡാഷ് എമൗണ്ട് ഓഫ് ഷവർമ അറ്റ് ദ പാർട്ടി പ്രിഫറിംഗ് ടു സ്നാക്ക് ഓൺ വെജിറ്റബിൾ. ഇവിടെ ഉപയോഗിക്കേണ്ടത് ലിറ്റിലാണോ, ലെസ് ആണോ, ലെസ്റ്റ് ആണോ, ലീസ്റ്റ് ആണോ? ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഷവർമയാണ് എന്നാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ക്വാളിറ്റി വിത്തൗട്ട് കമ്പാരിസൺ, ഒരു കമ്പാരിസണും അവിടെ വരുന്നില്ല. അതായത് ഹി ഹാസ് ലിറ്റിൽ ഇൻട്രസ്റ്റ്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ലിറ്റിൽ ഉപയോഗിക്കില്ല. ഓക്കെ, അത് ക്വാണ്ടിറ്റിയാണ്, വിത്തൗട്ട് കമ്പാരിസൺ ആണ്. ലെസ് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്, രണ്ടെണ്ണം തമ്മിലാണ്. ഹി എയ്റ്റ് ലെസ് ദാൻ ഷീ ഡിഡ്. രണ്ടാളെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ലെസ് ഉപയോഗിക്കുക. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർലാറ്റീവ് ആണ്, എല്ലാറ്റിലും വെച്ച് കുറവ്. ഇപ്പം ലീസ്റ്റ് സൂപ്പർലാറ്റീവ് ആണ്, എല്ലാറ്റിലും വെച്ച് കുറവ്. ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ്. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ ഇല്ല അവിടെ. അപ്പം ഇവിടെ നോക്കുമ്പോൾ നോക്കൂ, മാർട്ടിൻ എയ്റ്റ് ദ ഡാഷ് എമൗണ്ട് ഓഫ് ഷവർമ അറ്റ് ദ പാർട്ടി പ്രിഫറിംഗ് ടു സ്നാക്ക് ഓൺ വെജിറ്റബിൾസ്. കുറച്ചേ ആര് കഴിച്ചിട്ടുള്ളൂ? നമ്മുടെ മാർട്ടിൻ കഴിച്ചിട്ടുള്ളൂ മറ്റുള്ളവരെക്കാൾ. അപ്പോൾ ഇവിടെ കമ്പാരിസൺ ആണ് വരിക. മറ്റുള്ളവരെക്കാൾ ഏറ്റവും കുറച്ച് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ലീസ്റ്റ് ആണ് വരിക. ഓക്കെ, ഇനി അപ്പം നമുക്കിവിടെ കാര്യം മനസ്സിലായല്ലോ. ആ ചോദ്യത്തിൽ അത്ര തന്നെയുള്ളൂ. ഓഫ് ദ 3 സിസ്റ്റേഴ്സ് മരിയ ഈസ് ദ എന്താണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കമ്പാരറ്റീവ് ഡിഗ്രീനെ കുറിച്ചൊന്ന് പഠിക്കാം. എന്താണ് കമ്പാരറ്റീവ് ഡിഗ്രി എന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അത് ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി. നിങ്ങൾക്കിപ്പോൾ ഒരു കുട്ടി നല്ല കുട്ടിയാണെന്ന് പറയാൻ നിങ്ങൾ ഗുഡ് എന്ന് പറഞ്ഞാൽ മതി. ഹീ ഈസ് എ ഗുഡ് ബോയ്. അതിനെ പോസിറ്റീവ് ഡിഗ്രി എന്നാണ് പറയുക. പക്ഷേ രാമൻ കൃഷ്ണനേക്കാൾ മികച്ചവനാണ് എന്ന് പറയാൻ രാമ ഈസ് ബെറ്റർ ദാൻ കൃഷ്ണൻ എന്ന് പറയും. അപ്പൊ അവിടെ ഗുഡ് അല്ല ഉപയോഗിച്ചത്, ബെറ്റർ ആണ്. രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാനാണ് അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ബെറ്റർ എന്ന് ഉപയോഗിച്ചത്. അവിടെ ഗുഡ് എന്ന് ഉപയോഗിക്കില്ല. ഇനി ആ ക്ലാസ്സിൽ വെച്ച് തന്നെ രാമനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ ബെസ്റ്റ് അല്ലേ ഉപയോഗിക്കുക? രാമ ഈസ് ദ ബെസ്റ്റ്. ഒരു കമ്പാരിസൺ ഇല്ല. നിങ്ങൾക്കൊരു കാര്യം, ഒരാളുടെ ഗുണം മാത്രമേ പറയാനുള്ളൂ വെച്ചാൽ, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ അഡ്വേർബ്, ഇതിനൊക്കെയാണ് ഈ കമ്പാരിസൺ വരിക. ഒരു ഗുണം മാത്രമേ പറയാനുള്ളൂ വെച്ചാൽ നിങ്ങൾ പോസിറ്റീവ് ഡിഗ്രി എടുത്താൽ മതി, ഗുഡ്. കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ബെറ്റർ. അതേസമയം ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് പറയാൻ അവിടെ സൂപ്പർലാറ്റീവ് ബെസ്റ്റ്. അപ്പോൾ പോസിറ്റീവ് കമ്പാരിസൺ ഇല്ല, കമ്പാരിറ്റീവ് ഡിഗ്രി കമ്പാരിസൺ ഉണ്ട് രണ്ടാൾ തമ്മിൽ, സൂപ്പർലാറ്റീവ് എല്ലാവരിലും വെച്ച് ഏറ്റവും സൂപ്പർ. ഇതാണ് വരുന്നത്. സോ നമുക്കിവിടെ എളുപ്പമാണ്. ഷീ ഈസ് ടോളർ ദാൻ ഹെർ ബ്രദർ. ഷീ ഈസ് ടോൾ എന്ന് പറഞ്ഞാൽ മതി, ആരോടും കമ്പാരിസൺ ഇല്ലെങ്കിൽ. പക്ഷെ ഇവിടെ ഷീ ഈസ് ടോളർ ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അത് ബ്രദറിനോട് കമ്പയർ ചെയ്യണം. അവിടെ ടോളർ ദാൻ എന്ന് ഉപയോഗിച്ചു. ക്ലാസ്സിൽ വെച്ച് അവളാണ് ഏറ്റവും വലുത് വെച്ചാൽ ഷീ ഈസ് ദ ടോളസ്റ്റ് എന്നാ പറയാ. അതുപോലെ തന്നെ ഹീ സിങ്സ് മോർ ക്വിക്ക്ലി ദാൻ ഷീ ഡസ്. ചിലതിന് ഈ ക്വിക്ക്ലി എന്നുള്ളതിനൊന്നും ക്വിക്ക്ലിയർ ഒന്നും ഉപയോഗിക്കില്ല. അവിടെ മോർ ക്വിക്ക്ലി എന്നാണ് പറയുക. ഇവിടെയും കമ്പാരിസൺ ആണ്. മോർ നമുക്ക് കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കാം. മോസ്റ്റ് സൂപ്പർലാറ്റീവിനാണ്. ദിസ് ബുക്ക് ഈസ് ലെസ് ഇൻട്രസ്റ്റിംഗ് ദാൻ ദാറ്റ് വൺ. ലെസ് എന്നാണ് ഉപയോഗിക്കുന്നത് അവിടെ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പോസിറ്റീവ്? ലെസ്. ഇവിടെ കമ്പാരിസൺ ആണ് ലെസ്. ഇതിന്റെ സൂപ്പർലാറ്റീവ് എന്താണ്? ഇതിന്റെ പോസിറ്റീവ് എന്താണ്? നിങ്ങളൊന്ന് പറയൂ. ഇപ്പൊ സൂപ്പർലാറ്റീവ് ഡിഗ്രി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ചില പോസിറ്റീവ് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. വെൽ എന്നുള്ളതിന്റെ വെൽ എന്ന് പറയുന്നതിന്റെ വെല്ലും ബെറ്ററും ബെസ്റ്റും ആണ്. ഗുഡും ബെറ്ററും ബെസ്റ്റ് ആണ്, വെല്ലും ബെറ്ററും ബെസ്റ്റ് ആണ്. ബാഡ് എന്ന് പറയുമ്പോൾ വേഴ്സും വേസ്റ്റ് ആണ്. ഇൽ എന്നുള്ളതിൻ്റെ വേഴ്സും വേസ്റ്റും ആണ്. ലിറ്റിൽ, ലെസ്, ലീസ്റ്റ് ആണ്. ഞാനിത് പോസിറ്റീവ്, ഇത് കമ്പാരറ്റീവ്, ഇത് സൂപ്പർലാറ്റീവ്. മച്ച്, മോർ, മോസ്റ്റ്,
മെനി, മോർ, മോസ്റ്റ്. ഫാർ എന്നാണ് എങ്കിൽ ഫാർദറും പറയും, ഫർദറും പറയും, ഫാർദസ്റ്റും പറയും, ഫർദസ്റ്റും പറയും. ഓൾഡിന് ഓൾഡർ, എൽഡർ, ഓൾഡസ്റ്റ്, എൽഡസ്റ്റ്. അപ്പൊ എന്താ ഈ എൽഡറും ഓൾഡറും തമ്മിലുള്ള വ്യത്യാസം? ഒരേ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ സിബ്ലിങ്സ് ഒക്കെ പെട്ടതിൽ മൂത്തതിനെ കുറിച്ചാണ് നമ്മൾ എൽഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൽഡസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ കുടുംബമൊന്നും അല്ല എന്നുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഓൾഡർ, ഓൾഡസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിലെ മൂത്ത ആളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എൽഡസ്റ്റ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ മൂത്ത ഏട്ടനെ കുറിച്ച് പറയുമ്പോൾ എൽഡർ എന്നോ പറയണം. എൽഡർ ബ്രദർ എന്നേ പറയാൻ പാടുള്ളൂ. ഓൾഡർ ബ്രദർ എന്ന് പറഞ്ഞാൽ വയസ്സായ നിങ്ങളുടെ സഹോദരനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ല വേറെ ഏതോ ഒരു സഹോദരനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. എൽഡർ ബ്രദർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂത്ത ബ്രദറിനെയാണ്. നിങ്ങളുടെ വീട്ടിലെ കാരണവരെ കുറച്ച് പറയുമ്പോൾ എൽഡസ്റ്റ് ആണ് പറയുക, ഓൾഡസ്റ്റ് അല്ല. കാരണവർക്ക് ചിലപ്പോൾ ചെറുപ്പമായിരിക്കാം, വയസ്സായിരിക്കാം. ഓക്കെ, അതാണ് എൽഡറും എൽഡസ്റ്റും ഓൾഡറും ഓൾഡസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ വീട്ടിലത്തെ ആളുകളിൽ മൂത്ത ആളുകളെ കുറിച്ച് പറയുമ്പോഴാണ് എൽഡറോ എൽഡസ്റ്റോ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ചോദ്യത്തിൽ ഓഫ് ദ 3 സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. 2 ആളുടെ കാര്യമല്ല, 3 ആളുടെ കാര്യമാണ്. അതിൽ വെച്ച് മരിയ ആണ് ഏറ്റവും മൂത്തത് എന്ന് പറയുമ്പോൾ സൂപ്പർലാറ്റീവ് തന്നെ പറയണം. അതുകൊണ്ട് ഓൾഡസ്റ്റോ എൽഡസ്റ്റോ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ സിസ്റ്റേഴ്സിന്റെ ആയതുകൊണ്ട് ഇവിടെ എൽഡസ്റ്റ് ആണ് ഉത്തരം വരിക. സോ സിമ്പിൾ. ദിസ് ഈസ് ദ ഡാഷ് ഫിലിം ഐ ഹാവ് എവർ വാച്ച്ഡ്. ഞാൻ ഇതുവരെ കണ്ട ഫിലിമുകളിൽ വെച്ച് എന്നാണ്. അപ്പൊ ഇതുവരെ കണ്ടതിൽ ഒക്കെ വെച്ചിട്ടാണ്, സൂപ്പർലാറ്റീവ് ആണ്. ഫിലിം എന്ന് പറഞ്ഞാൽ കുടുംബക്കാരിയല്ല, ജീവനുള്ള ഒന്നുമല്ല. കുടുംബത്തിലെ ആളുകളെ കുറിച്ച് പറയുമ്പോഴാണ് എൽഡറൊക്കെ ഉപയോഗിക്കേണ്ടത്, എൽഡസ്റ്റ് ഒക്കെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഓൾഡസ്റ്റ് ആണോ എൽഡസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓൾഡസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ ബാഡ് വേഴ്സ് വേഴ്സ്റ്റ് ബാഡിലി ആണ്, വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പൊ സൂപ്പർലാറ്റീവ് ആണ് വേണ്ടത്. ഇതിൽ സൂപ്പർലാറ്റീവ് വേഴ്സ്റ്റ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ ലിസ്റ്റ് തന്നിട്ടുണ്ട്, നോട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ഹാരീസ് പെർഫോമൻസ് ഇൻ ദ എക്സാം വാസ് ഗുഡ് ബട്ട് അർജുൻസ് വാഡ്. ഹാരിന്റെ എക്സാമിനുള്ള പെർഫോമൻസ് നന്നായിരുന്നു, അർജുന്റെ മോശമായിരുന്നു. ഇവിടെ കമ്പാരിസൺ ഒന്നും ഇല്ല, ഡാനൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ബാഡ് മതി. സോ ബട്ട് അർജുൻസ് വാസ് ബെറ്റർ. സോറി, ഇവിടെ ബാഡ് തന്നിട്ടില്ല. ബാഡ് ഉണ്ടെങ്കിൽ ബാഡ് തന്നെ കൊടുക്കാം. പക്ഷെ ഇവിടെ ബാഡ് തരാത്തത് കൊണ്ട് ഇവിടെ കമ്പാരിസൺ വന്നു. ഹരിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അർജുൻ ബെറ്റർ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ കോമ്പൗണ്ട് വേർഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ വെർബ് ആൻഡ് അഡ്വേർബ്? എന്താ വെർബും അഡ്വേർബും? അപ്പോൾ നൗണും അഡ്ജക്റ്റീവും എന്താണെന്ന് മനസ്സിലാക്കണം. നൗണും അഡ്ജക്റ്റീവും നിങ്ങൾ നോട്ട് കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചൊക്കെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, പക്ഷെ ഞാൻ കുറഞ്ഞ നേരം കൊണ്ട് ഇത് തീർക്കണ്ടേ, ഇപ്പോഴേ നിങ്ങൾക്ക് ഇത് ഗുണം വരുള്ളൂ. നമുക്ക് നോക്കാം എന്താണ്. ഇപ്പം നൗൺ സ്കൈ, അതിൻ്റെ മുന്നിൽ നിങ്ങൾ ബ്ലൂ ചേർത്താൽ ഇതിനെയാണ് അഡ്ജക്റ്റീവ്. ആ ആകാശം എങ്ങനെയാണെന്ന് നമ്മൾ പറയാണ്, നീല നിറത്തിലുള്ള ആകാശം. ആ ബ്ലൂവിനെ നമുക്ക് എന്തെന്ന് പറയാം? അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഇപ്പം നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ബ്ലൂ. ഇപ്പോൾ ഗുഡ് ബോയ് കണ്ടുവോ, അവിടെ ബോയ്നെ വിശേഷിപ്പിക്കുകയാണ്, ഗുഡാണ്. ഇതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, ഹി റൺസ് വെൽ എന്ന് പറയുമ്പോൾ അവൻ നന്നായി ഓടുന്നു. ഈ ഗുഡ് തന്നെയാണ്, നന്നായി എന്നുള്ളത് തന്നെയാണ് ഇവിടെയും വെൽ. പക്ഷെ വെൽ അഡ്വേർബാണ്. വെർബ് അവനെയല്ല സൂചിപ്പിക്കുന്നത്. ചെക്കൻ ചിലപ്പോൾ മഹാ തോന്നിയാസിയാവും, പക്ഷെ നന്നായിട്ട് ഓടുന്നുണ്ട്. അവൻ്റെ ഓട്ടമാണ് നല്ലത്, വെൽ അല്ലേ? അപ്പോൾ റൺസ് വെൽ, വെല്ലാണ് ഇവിടെ അഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പൊ വേടന്റെ പാട്ടുകളൊക്കെ നല്ല പാട്ടാണ്, പക്ഷെ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കറിയില്ല ആളെങ്ങനെയാണോ എന്നുള്ളത്. നന്നാവട്ടെ, നന്നാവാൻ ആർക്കും, ചീത്ത ആൾക്ക് നന്നാവാട്ടോ. ആരും ചീത്തയോ നല്ലതൊന്നും. പാട്ടുകളൊക്കെ നല്ലതാണ്. അയാൾ മോശമായതുകൊണ്ട് അയാളുടെ പാട്ട് നന്നാവില്ല. ഇനി അയാൾ നന്നായതുകൊണ്ട് അയാളുടെ പാട്ട് ചീത്തയാവില്ല. അല്ല, അയാൾ ചീത്തയായതുകൊണ്ട് അയാളുടെ പാട്ട് ചീത്തയാവില്ല. അയാൾ നന്നായതുകൊണ്ട് അയാളുടെ പാട്ട് മോശമാവില്ല. പക്ഷെ വരുന്ന വാർത്തകളിൽ കുറച്ചൊക്കെ കുശുമ്പും ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരു സുഖകരമായ വാർത്തയല്ല മൂപ്പരെ കുറിച്ച് പറയുന്നത്. പക്ഷെ അയാളുടെ പാട്ട് നല്ലതാണ്. അപ്പൊ ഹീ സിങ്സ് വെൽ എന്ന് പറയാം. അതിൻ്റെ അർത്ഥം അയാൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകണ്ട. അയാൾ നല്ലതും ആവാം ചീത്തയാവാം. അപ്പൊ ഹീ സിങ്സ് വെൽ, അവിടെ വെൽ ആണ്. സിങ്സ് എന്നുള്ളത് പാടൽ ആണ്. ഇപ്പോൾ ഒരു വെർബിനെ ക്വാളിഫൈ ചെയ്യുമ്പോൾ അത് അഡ്വേർബാണ്. ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അഡ്ജക്റ്റീവാണ്. അപ്പം അഡ്വേർബ് എന്താണ്, അഡ്ജക്റ്റീവ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പോകാം. ഇപ്പം വെർബും അഡ്വേർബും മനസ്സിലായി. ഇനി വേർഡുകൾ ഉണ്ടാക്കും.
വെർബിനെയും അഡ്വേർബിനെയും പിടിച്ച് നമുക്ക് വേർഡ്സിനെ ഉണ്ടാക്കാം. ചിലപ്പോൾ അത് നൗണായിട്ട് ആക്ട് ചെയ്യും. ഇപ്പൊ നോക്കൂ, ബ്രേക്ക് ത്രൂ, ഇത് ഇവിടെ വെർബ് തന്നെയാണ്, ബ്രേക്ക് ത്രൂ. ഓക്കെ, ഇവിടെ വെർബും അഡ്വേർബും വെച്ചിട്ടാണ്. ഇവിടെ ബ്രേക്ക് ത്രൂ ആണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വെർബാണ്, ത്രൂ എന്ന് പറയുന്നത് അഡ്വേർബാണ്. ഇപ്പൊ ബ്രേക്ക് ത്രൂ എന്നുള്ളതാണ് വെർബും അഡ്വേർബും. ബ്രേക്ക്, ഭേദിച്ചു. എങ്ങനെ ഭേദിച്ചു? ബ്രേക്ക് ത്രൂ, പെട്ടെന്ന് ഭേദിച്ചു. അവിടെ ബ്രേക്ക് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുകയാണ് ത്രൂ എന്നുള്ളത്. പക്ഷെ ഡ്രൈ ക്ലീൻ, നോക്കൂ, ക്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നൗണാണത്, അല്ലാതെ വെർബല്ല. ഡ്രൈ ക്ലീൻ അതുകൊണ്ട് അതാവില്ല. വൈറ്റ് വാഷ് അല്ല, സെയിൽ ബോട്ട് അല്ല. സെയിൽ ബോട്ടിൽ ബോട്ട് നൗണാണ്. ഇവിടെ സെയിലോ, സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബാണ് അല്ലേ? അപ്പൊ ഇവിടെ വെർബും അഡ്വേർബും വരുന്നത് ബ്രേക്ക് ത്രൂ ആണ്. 2-3 എണ്ണം കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇവിടെ ഐസ്ക്രീം ഡ്രൈ ക്ലീൻ ആവുമ്പോൾ അഡ്ജക്റ്റീവ് ആണ്. ഡ്രൈ ക്ലോത്ത്സ് കണ്ടുവോ? ക്ലീൻ ഈസ് എ വെർബ്, ടു ക്ലീൻ എ റൂം. അപ്പൊ അഡ്ജക്റ്റീവും വെർബും ചേർന്നതാണ്. വൈറ്റ് വാഷ് എന്ന് പറയുമ്പോൾ വൈറ്റ് അഡ്ജക്റ്റീവ് ആണ്, വാഷ് എന്ന് പറയുന്നത് വെർബാണ്. അപ്പോൾ വൈറ്റ് വാഷ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവും വെർബും ചേർന്നതാണ്. സെയിൽ ബോട്ടിലെ ബോട്ട് എന്താണ്? നൗണാണ്. ഓക്കെ, സെയിൽ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും ശരിക്കും അത് നൗണാണ്, വെർബ് അല്ലെങ്കിൽ വെർബല്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. സെയിൽ ബോട്ട് നൗണും ചേർന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വേർഡ് ഈസ് ഫോംഡ് എ നൗൺ പ്ലസ് നൗൺ? അവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നോക്കൂ, ഫാസ്റ്റ് ഫുഡ്. ഫാസ്റ്റ് എന്ന് പറയുന്നത്, ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഫുഡ് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുക. അപ്പൊ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവും നൗണും ചേർന്നതാ. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബും ഒരു പ്രിപ്പോസിഷനും ചേർന്നതാണ്. ടേക്ക് ഓഫ് വെർബും അഡ്വേർബുമാണ് ഇവിടുത്തെ ഓഫ് എന്ന് പറയുന്നത്. ഹെഡ് ഏക്ക് എന്ന് പറയുമ്പോൾ ഹെഡ് തലയാണ്, ഏക്ക് വേദനയാണ്, 2 നൗണാണ്. അതുകൊണ്ട് നൗണും ചേർന്നിട്ടുള്ള കോമ്പൗണ്ട് വേർഡ് ഹെഡ് ഏക്ക് ആണ്. ഇനി ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് വേർഡ് വിത്ത് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ പാറ്റേൺ. പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? പ്ലേ എന്ന് പറഞ്ഞാൽ വെർബാണ്, ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൗണാണ്. അപ്പൊ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വെർബും നൗണും ചേർന്നതാണ്. സൺ റൈസ്, സൺ എന്ന് പറഞ്ഞാൽ നൗണാണ്, റൈസ് എന്ന് പറഞ്ഞാൽ വെർബാണ്. അപ്പൊ ഇവിടെ നൗണും വെർബുമാണ്. ഇവിടെ അഡ്ജക്റ്റീവ് നൗൺ പാറ്റേൺ ആണ്. സോഫ്റ്റ് വെയർ, സോഫ്റ്റ് വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് അഡ്ജക്റ്റീവ് ആണ്, വെയർ എന്ന് പറഞ്ഞാൽ നൗണാണ്. അപ്പോൾ അവിടെ സോഫ്റ്റ് വെയർ ആണ്. ഹെയർ കട്ട്, ഹെയർ നൗണും കട്ട് വെർബുമാണ്. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിക്ക് പോക്കറ്റ്, അവിടെ പിക്ക് പോക്കറ്റ് എന്താണ് എന്നുള്ളതാണ്. പിക്ക് എന്ന് പറഞ്ഞാൽ വെർബാണ്, പോക്കറ്റ് നൗണാണ്. അതുകൊണ്ട് വെർബും നൗണും ചേർന്നതാണ്. ഇതെന്ത് ചേർന്നതാണ്? വെർബും നൗണും ചേർന്നതാണ്. ഇനി നോക്കൂ, ദിസ് ക്ലോത്ത് യൂസ്ഡ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ്. യൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ഇതാ വീണ്ടും വന്നിരിക്കുന്നു. അവിടെ എന്താ ചെയ്യേണ്ടത്? ദിസ് ക്ലോത്ത് യൂസ്ഡ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് വരിക എന്നുള്ളത്. ഇവിടെ യൂസ്ഡ് ടു ആണ്. യൂസ്ഡ് ടു ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഡ് ആണ് വരിക, ഡിഡിൻ്റ് ആണ് വരിക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിഡിൻ്റ് ക്ലോത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ഇറ്റ് ആണ്. ഡിഡിൻ്റ് ഇറ്റ്. ക്ലോത്തിന് പകരം നിൽക്കുന്നത് ഡിഡിൻ്റ് ഇറ്റ് ആണ്. ദാറ്റ്സ് ആൾ. അത്രയേ ഉള്ളൂ അതിൽ നമ്മൾ വരയ്ക്കുന്നത്. ഐ ആം റൈറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക? ആം വരുമ്പോൾ ആറാണ് വരിക, നോട്ട് വരണം, ആരിൻ്റെ ഐ എന്നാണ് വരിക. ലെറ്റസ് ഗോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ലെറ്റസ് വന്നാൽ ഷാൾ വി ആണ് വരിക. അതുകൊണ്ട് ഇവിടെ ഷാൾ വി ആണ്. പ്ലീസ് പാസ് മീ ദ സോൾട്ട്, ഇത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വിൽ യു എന്നാണ്. അവിടെ വിൽ യു കൊടുത്താൽ മതി. ഹി ഹാസ് ടു ഫിനിഷ് ദ പ്രൊജക്ട് ബൈ ടുമാറോ. അവിടെ ഹാസ് ആണ് ഓക്സിലറി വെർബ്. നോട്ട് വരാത്തതുകൊണ്ട് ഹാസിൻ്റെ കൊടുക്കണം. പിന്നെ ഹി വേണം. അല്ല, ഹി ഹാസ് ടു ഫിനിഷ് ദ പ്രൊജക്ട് ബൈ ടുമാറോ. എൻ്റെ ഒരു തെറ്റുപറ്റി. ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇവിടെ ഹി ഹാസ് ടു ഫിനിഷ് ദ പ്രൊജക്ട് ബൈ ടുമാറോ. ഇവിടെ ടു ഫിനിഷ് എന്ന് പറയുന്നത് വെർബല്ല. അത് എന്തുകൊണ്ട് വെർബല്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ടു വെച്ച് ഒരു വെർബ് വന്നാൽ അതിനെ ഇൻഫിനിറ്റ് വെർബായിട്ടാണ് എടുക്കേണ്ടത്. ടു വെച്ചിട്ട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അറിയാം,
അതുകൊണ്ട് ഇവിടെ ഹാസ് എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. ഇവിടെ ഹാസ് എന്ന് പറയുന്നത് എന്ത് വെർബാണ്? മെയിൻ വെർബാണ്. ടു ഫിനിഷ് ഇവിടുത്തെ വെർബല്ല, അത് ഇൻഫിനിറ്റ് വെർബാണ്. ഇത് ഹാസ് ആണ് ഇവിടുത്തെ വെർബ്. കഴിഞ്ഞ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ING ഫോം വരുമ്പോൾ, 2+ ഫോം വരുമ്പോൾ, വെർബിന്റെ തേർഡ് ഫോം ഒറ്റയ്ക്ക് വരുമ്പോഴൊക്കെ അത് ഫൈനൈറ്റ് വെർബല്ല, അതിനെ വെർബായിട്ട് കൂട്ടരുത്. ഇവിടെ ഹാസ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് മെയിൻ വെർബാണ്. അപ്പൊ എസ് ഫോം ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ഡസ് ആണ് എടുക്കേണ്ടത്. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല, ഹാസ് ആണ് മെയിൻ വെർബ്. അപ്പൊ ഇവിടെ ഡസ് ആണ് എടുക്കേണ്ടത്. നോട്ടും കൂടി ചേർത്താൽ ഡസിൻഡ് ഹി എന്ന് വരും. ഓക്കെ. ക്ലോസ് ദ വിൻഡോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസ് വരുമ്പോൾ ഷാൾ വി എന്ന് കൊടുത്താൽ മതി. സോറി, ക്ലോസ് ദ വിൻഡോ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിലേക്ക് മാറ്റേ വേണ്ടത്. എന്താണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും? അവിടേക്ക് പോവാം നമുക്ക്. എന്താണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് വരുന്നതിനെയാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. രാമ കിൽഡ് രാവണ. ആരവിടെ വെർബ്? കിൽഡ്. അത് നടുവിൽ വരുന്നു. ആ ആക്ഷൻ ചെയ്ത ആള് സബ്ജക്റ്റ് ആദ്യം വരുന്നു. രാമനാണ് ആക്ഷൻ പെർഫോം ചെയ്തത്. ആ ആക്ഷന് വിധേയനായ രാവണ അവസാനം വരുന്നു. ഇതിനെയാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. എന്നാൽ പാസീവ് വോയിസ് എന്താ വരുന്നത്? പാസീവ് വോയിസ് രാവണ വാസ് കിൽഡ് ബൈ രാമ. ഇവിടെ നോക്കുക, ആ സെന്റൻസിലുള്ള വ്യത്യാസം നോക്കുക. എന്താ വന്നത്? ഇവിടെ രാവണ വാസ് കിൽഡ് ബൈ രാമ. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരേ കാര്യമാണ് പറയണത്, പക്ഷെ രണ്ട് പെർസ്പെക്റ്റീവിലാണ് പറയണത്. രാമ കിൽഡ് രാവണ. ഇവിടെ നോക്കൂ, ഇത് ആക്റ്റീവ് വോയിസാ. ഈ കില്ല് ചെയ്ത ആളാ, പെർഫോം ചെയ്ത ആള് രാമനാണ്. പക്ഷെ കൊല്ലപ്പെട്ട ആളെ ആദ്യം വെക്കുമ്പോൾ, ആ ആക്ഷന് വിധേയമായ ആളെ ആദ്യം വെക്കുമ്പോൾ രാവണ എന്ന് പറയും. ഇതിനെയാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇതാണ് ആക്റ്റീവ് വോയിസ്. ആ വ്യത്യാസം മനസ്സിലായല്ലോ. പാസീവ് വോയിസിന്റെ പ്രത്യേകത, ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. പാസീവ് വോയിസിൽ ആദ്യം ഒബ്ജക്റ്റ് വരും, പിന്നെ ബി എന്നുള്ള ഫോമിന്റെ ഒരു രൂപം വരും, എന്നിട്ട് വെർബിന്റെ തേർഡ് ഫോം വരും. വെർബിന് 5 ഫോം ഉണ്ട്. ഏതൊക്കെയാണ് വെർബിന്റെ 5 ഫോം എന്ന് പറയുന്നത്? വെർബിന് 5 ഫോം ഉണ്ട്. വെർബിന്റെ 5 ഫോമുകൾ ഏതൊക്കെയാണ്? ഇപ്പോ പ്ലേ, പ്ലേസ്, പ്ലേയിങ്, പ്ലേയിഡ്, പ്ലേയിഡ്. ഇത് വെർബിന്റെ ഫസ്റ്റ് ഫോം, ദസ് ഫോം, ദ ING ഫോം, ദ സെക്കൻഡ് ഫോം, തേർഡ് ഫോം. പല വെർബിനും സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഒന്നായിരിക്കും. പാസീവ് വോയിസിൽ വെർബിന്റെ തേർഡ് ഫോമേ വരുള്ളൂ. പാസീവ് വോയിസിൽ വെർബിന്റെ ഫോം എപ്പോഴും എങ്ങനെയായിരിക്കും? ടു ബീന്റെ ഒരു ഫോം ഉണ്ടായിരിക്കും പ്ലസ് വെർബിന്റെ തേർഡ് ഫോം. ഇത്രേ വരുള്ളൂ പാസീവ് വോയിസിൽ. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം, ഇതാണ് പാസീവ് വോയിസിന്റെ ഫോം. പാസീവ് വോയിസ് എപ്പോഴും ആ ആക്ഷന് വിധേയമായ ആളെ കൊണ്ടായിരിക്കും തുടങ്ങുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ക്ലോസ് ദ വിൻഡോ ചേഞ്ച് ഇൻ ടു പാസീവ്. ഇങ്ങനെ പാസീവ് വരുമ്പോൾ, ഈ ഇമ്പരേറ്റീവ് സെന്റൻസിനെ പാസീവ് ആക്കുമ്പോൾ നിങ്ങൾ ലെറ്റ് ചേർക്കണം. ലെറ്റ് ചേർക്കുക. യു ക്ലോസ് ദ വിൻഡോ എന്നാണ് അവിടെ അർത്ഥം. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ഇമ്പരേറ്റീവ് സെന്റൻസ് ഒരു വെർബ് വെച്ചിട്ടാണ് തുടങ്ങുക. ഇമ്പരേറ്റീവ് സെന്റൻസിൽ ആ എന്തുണ്ടാവില്ല? സബ്ജക്റ്റ് ഉണ്ടാവില്ല. അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, യു ആണ് സബ്ജക്റ്റ് എന്ന്. ക്ലോസ് ദ വിൻഡോ, ആ വാതിലടയ്ക്കൂ, നിങ്ങളോടാണ് പറയുന്നത് പലപ്പോഴും. അല്ലെങ്കിൽ നിങ്ങളാണ് പറയുന്നത് വെച്ചാൽ അത് എന്നോടാണ് പറയുന്നത്. അപ്പോൾ അവിടെ ദ വിൻഡോ വെച്ച് തുടങ്ങണം. ലെറ്റ് ദ വിൻഡോ വെച്ച് തുടങ്ങുക. ഇനി ടു ബി ചേർക്കണം. ഒരു ബിയുടെ ഫോം ഉണ്ടായിരിക്കണം. ആ ബിയുടെ ഫോം ഇത് അവിടെ വന്നിരിക്കുന്നു, ബി. ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ഈ ഷുഡ് ബിയോ ഷാൾ ബിയോ ഹാസ് ബീനോ ഒന്നും കറക്റ്റ് ഫോം അല്ല. ഇനി അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ലെറ്റ്, ഒബ്ജക്റ്റ്, ഇമ്പരേറ്റീവ് സെന്റൻസിനെ മാറ്റുമ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. പാസീവ് ആക്കുമ്പോൾ ആദ്യം ഒരു ലെറ്റ് കൊടുക്കുക. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ ആ ആക്ഷന് വിധേയമാവുന്നത് ആ ഒബ്ജക്റ്റിനെ ചേർക്കുക, പിന്നെ ബി ചേർക്കുക, തേർഡ് ഫോം ചേർക്കുക. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് ലെറ്റ്, അത് കഴിഞ്ഞ ഒബ്ജക്റ്റ് ചേർക്കുക, ദ വിൻഡോ, ബി
ക്ലോസ്ഡ്, തേർഡ് ഫോം. അപ്പോൾ ഇതാണ് അവിടെ വരിക. ഇനി നോക്കൂ, ഇവിടെ ചേഞ്ച് ദ വോയിസ്. പോസ്റ്റ് ദിസ് ലെറ്റർ. ഇവിടെ വെർബ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്, പോസ്റ്റ്. അപ്പൊ നിങ്ങൾ ലെറ്റ് വെച്ച് തുടങ്ങുക. ഇമ്പരേറ്റീവ് സെന്റൻസ് വെച്ച് പാസീവ് ആക്കാൻ നിങ്ങൾ ലെറ്റ് വെച്ച് തുടങ്ങുക. ലെറ്റ്. ലെറ്റ് ഉണ്ടോ? ഇവിടെ ഉണ്ട് ലെറ്റ്. ഇവിടെ ലെറ്റ് ഇല്ല, ഇവിടെ ലെറ്റ് ഇല്ല. ഇനി ഒന്ന് ഇവിടെ ഉള്ളൂ ലെറ്റ്. ഇനി ഏതാ ഒബ്ജക്റ്റ്? ദിസ് ലെറ്റർ. ലെറ്റ് ദിസ് ലെറ്റർ. ഇനി വേണ്ടത് ബി. ബി പോസ്റ്റഡ്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇത് വരും, അല്ലെങ്കിൽ ഇത് വരും. ഇത് എന്തുകൊണ്ട് വരില്ല? ഒബ്ജക്റ്റിന് ശേഷം ബി ആണ് വേണ്ടത്. ഇമ്പരേറ്റീവ് സെന്റൻസ് പാസീവ് ആക്കുമ്പോൾ ഇവിടെ ടു ബി ആണ് വന്നിട്ടുള്ളത്. ഡു ഇറ്റ്. നോക്കൂ, ഡു വെച്ചിട്ടാ തുടങ്ങിയത്, ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ലെറ്റ് വെച്ച് തുടങ്ങുക. ലെറ്റ്. ഇനി എന്താണ് ഒബ്ജക്റ്റ്? ഇറ്റ്. ലെറ്റ് ഇറ്റ്. ഇനി കഴിഞ്ഞ ബി ആണ് വേണ്ടത്. ലെറ്റ് ഇറ്റ് ബി. ഇനി ഡു എന്നുള്ള വെർബിന്റെ തേർഡ് ഫോം ഡു, ഡിഡ്, ഡൺ. ലെറ്റ് ഇറ്റ് ബി ഡൺ. ഹെൽപ്പ് മീ. ലെറ്റ് വെച്ച് തുടങ്ങൂ. ലെറ്റ്. അത് കഴിഞ്ഞാൽ മീ ആണ് ഒബ്ജക്റ്റ് അല്ലേ? അവിടെ എന്താ വേണ്ടത്? ലെറ്റ് മീ. ഇനി എന്താ വേണ്ടത്? ബി. ലെറ്റ് മീ ബി. ഇനി ഹെൽപ്പിന്റെ തേർഡ് ഫോം ഹെൽപ്ഡ്. എത്ര വളരെ എളുപ്പ. പ്ലീസ് ഓപ്പൺ ദ ഡോർ. അവിടെ പ്ലീസ് ശ്രദ്ധിക്കണ്ട, ബാക്കി ഓപ്പൺ ദ ഡോർ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ലെറ്റ് ദ ഡോർ, പിന്നെ ബി ഓപ്പൺഡ്. ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ്. അവിടെ ഉണ്ടോ അങ്ങനെ ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ് ഉണ്ടോ? ആ, ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ബെസ്റ്റ് ആണ് യു ആർ റിക്വസ്റ്റഡ് ടു ഓപ്പൺ ദ ഡോർ. അതുകൊണ്ട് അവിടെ അങ്ങനെയും ഉപയോഗിക്കാം. അവിടെ അതാണ് ബെസ്റ്റ്. പക്ഷെ സാധാരണ വരുന്ന രീതിയിലേ വരുള്ളൂ. ദ മാനേജർ ആസ്ക്ഡ് രാജി, വൈ ഡിഡിന്റ് യു കം ടു ദ ഓഫീസ് യെസ്റ്റർഡേ? കംപ്ലീറ്റ് ദ റിപ്പോർട്ടർ സ്പീച്ച്. അതായത് ഒരാൾ പറഞ്ഞതിനെ മറ്റൊരാൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് റിപ്പോർട്ടർ സ്പീച്ച്. റിപ്പോർട്ടർ സ്പീച്ച് ഉണ്ടാക്കാൻ എളുപ്പമാണ്. എങ്ങനെ ഉണ്ടാക്കുക? ഇവിടെ നോക്കൂ, ദ മാനേജർ ആസ്ക്ഡ് രാജി എന്ന് കൊടുക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ റിപ്പോർട്ട് ചെയ്യേണ്ട രീതി, ദ മാനേജർ ആസ്ക്ഡ് രാജി. ക്വസ്റ്റ്യൻ വന്നാൽ ആ വൈനെ പിടിച്ചിട്ട് തന്നെ അവിടെ ഇടുക. ആ WH വേർഡിനെ തന്നെ അവിടെ ഇടുക. അപ്പൊ വൈ വന്നു. ദ മാനേജർ ആസ്ക്ഡ് രാജി വൈ. ഇനി എപ്പോഴും ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവേർഷൻ ഓഫ് സെന്റൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ഇൻവേർഷനെ മാറ്റണം. ഇവിടെ ഡിഡ് കഴിഞ്ഞിട്ടാണ് യു, പക്ഷെ അതിന്റെ മുന്നേ യു വരണം. യു ആദ്യം വരണം. ഈ യു ഇങ്ങോട്ട് കയറി വരണം. ഇപ്പൊ ദ മാനേജർ ആസ്ക്ഡ് രാജി വൈ. അടുത്ത 2-3 ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ഔട്ടാ. വൈ കൊടുത്തു. അത് കഴിഞ്ഞ് ഇനി യുവിനെ പിടിച്ച് മുന്നിക്കാക്കി മാറ്റണം. പക്ഷെ യു എന്നുള്ളത് ഹീ ആയിട്ട് മാറും. എന്തിൽ? അല്ല, രാജിയാണ്. അതുകൊണ്ട് യു എന്നുള്ളത് എന്തായി മാറും? ഷീ ആയി മാറും. വൈ ഷീ. കണ്ടോ? ദ മാനേജർ ആസ്ക്ഡ് രാജി വൈ ഷീ. ഇവിടെ വൈ ഷീയാണ്, ഇവിടെ വൈ ഷീയാണ്, ഇവിടെ വൈ ഷീയാണ്, ഇവിടെ വൈ ഷീയാണ്. ഇനി എന്താണ്? ഡിഡിന്റ് എന്നുള്ളത് ഡിഡിന്റ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അവിടെ ഹാഡിന്റ് വന്നാൽ നിങ്ങൾ ഹാഡിന്റ് കൊടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അവിടെ നോക്കൂ, വാസല്ല ഹാസല്ല, ഒന്നില്ലെങ്കിൽ ഡിഡിന്റോ ഹാഡിന്റോ വരും. പക്ഷെ ഡിഡിന്റും ഹാഡിന്റും വന്നാൽ ഹാഡിന്റ് ചൂസ് ചെയ്യാണ് നല്ലത്. ഡിഡ് വന്നാൽ ഹാഡ് എടുക്കുകയാണ് നല്ലത്. എപ്പോഴും ഹാഡില്ലെങ്കിൽ ഡിഡ് തന്നെ എടുക്കുക. അപ്പോൾ വൈ ഷീ ഹാഡിന്റ് കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നും കൂടി മനസ്സിലാവും. നോക്കേ, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. മൈ ഫാദർ ആസ്ക്ഡ് മീ വേർ ഡിഡ് യു ഗോ ലാസ്റ്റ് നൈറ്റ്. ഇവിടെ മൈ ഫാദർ ആസ്ക്ഡ് മീ, അതുവരെ കറക്റ്റ്. അത് കഴിഞ്ഞാൽ ഈ വേറെ എടുക്കുക, വേറെടുക്കുക. ഇനി ഇൻവേർഷൻ നടക്കണം. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഡിഡ് യു എന്നുള്ളത് യു ഡിഡ് ആക്കി മാറ്റണം. എന്നോടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ യു ഐ ആയിട്ട് മാറും. അപ്പോൾ വേർ കഴിഞ്ഞാൽ ഐ ആണ് വേണ്ടത്. മൈ ഫാദർ ആസ്ക്ഡ് മീ വേർ ഐ, ഇവിടെ ശരിയാണ്. മൈ ഫാദർ ആസ്ക്ഡ് മീ വേർ ഐ, ഇവിടെ ശരിയാണ്. മൈ ഫാദർ ആസ്ക്ഡ് മീ വേർ ഡിഡ് ഐ, തെറ്റാണ്. ഐ ഡിഡിന്റെ ഒപ്പം മുന്നേ വരണം. മൈ ഫാദർ ആസ്ക്ഡ് മീ വേർ ഐ, അതുവരെ ശരിയാണ്. അപ്പോൾ സി എന്നുള്ള ഓപ്ഷൻ പോയി. ഇനി എന്താണ് വേണ്ടത്? ഡിഡ് ഗോ ആണ് വേണ്ടത്. ഡിഡ് ഗോ എന്നുള്ളത് ഒന്നിച്ചു ചേരുമ്പോൾ വെന്റ് എന്നായി മാറും. ഡിഡും കോയിന്റെ ഇടയിൽ വേറൊരു ലെറ്റർ വരുമ്പോൾ മാത്രമാണ് അത് വേറെ ആയിട്ട് മാറുക. ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ വെന്റ് ആണ്, സെക്കൻഡ് ഫോം ആണ്. ആ വെന്റിനെ പിടിച്ച് ശരിക്കും പാസ്റ്റ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിഡ് വന്നാൽ ഹാഡ് വരണം. ഹാഡ് പ്ലസ് V3 ഫോം വരും.
അപ്പൊ മൈ ഫാദർ ആസ്ക്ഡ് മീ വെയർ ഐ ഹാഡ് ഗോൺ എന്നാണ്. ഇവിടെ ഐ ഹാഡ് ഗോൺ എന്നുള്ളത് ഇവിടെ രണ്ടോടത്തുണ്ട്. പക്ഷെ ഇവിടെ മൈ ഫാദർ ആസ്ക്ഡ് മീ ദാറ്റ് വന്നിട്ടുണ്ട്. അവിടെ ദാറ്റ് വേണ്ട, അവിടെ ഇന്ന് ദാറ്റ് വേണ്ട, അവിടെ വേർ മതി. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്തത് നോക്കൂ, ദ പോലീസ്മാൻ സെഡ് ടു ദ മാൻ. ദ പോലീസ്മാൻ സെഡ് ടു ദ മാൻ തന്നെ. ഇനി അടുത്ത WH വേർഡ് വാട്ട്. ഇനി ഈസ് യുവർ എന്ന് പറയാൻ പറ്റില്ല, ആ ഈസ് യുവറിന് ശേഷം വരണം. ഇപ്പൊ വാട്ട് യുവർ എന്നുള്ളത് ദ പോലീസ്മാൻ സെഡ് ടു ദ മാൻ ആണ്. മാൻ എന്നാവുമ്പോ യുവർ എന്നുള്ളടത്ത് ഹിസ് എന്ന് വരും. വാട്ട് ഹിസ്, വാട്ട് ഹിസ് യുവർ നെയിം ആണ്. വാട്ട് ഹിസ് നെയിം. ഇനി ഈസ് എന്നുള്ളത് വാസ് ആയിട്ട് മാറും. അത് പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റണം. റിപ്പോർട്ടഡ് സ്പീച്ചിൽ റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ സെഡ് ആണ്. അപ്പൊ ഇവിടുത്തെ ഈസ് റിപ്പോർട്ടിംഗ് സ്പീച്ച് വാസ് ആയിട്ട് മാറും. ദ പോലീസ്മാൻ ആസ്ക്ഡ് ദ മാൻ വാട്ട് ഹിസ് നെയിം വാസ്. അടുത്തത് ഷീ ആസ്ക്ഡ് ഹെർ സൺ. ഷീ ആസ്ക്ഡ് ഹെർ സൺ വൈ. അതുവരെ കുഴപ്പമില്ല. ഇനി ഹാവ് യു എന്നുള്ളത് എന്താക്കി മാറ്റണം? യു ഹാവ് ആക്കി മാറ്റണം. അവിടുത്തെ യു എന്തായി മാറി? അവൾ സണ്ണിനോടാണ് ചോദിച്ചത്, അവിടെ യു ഹീ ആയിട്ട് മാറി. വൈ ഹീ. അതുകൊണ്ട് നോക്കൂ, ഷീ ആസ്ക്ഡ് ഹെർ സൺ വൈ ഹീ. ഇനി ഹാവ് ബീൻ, ഇവിടെ ആസ്ക്ഡ് ആയതുകൊണ്ട് ഹാവ് ഹാഡ് ആക്കി മാറ്റണം. വൈ ഹീ ഹാഡ് ബീൻ സോ ക്വയറ്റ്. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ക്ലാസ്സുകൾ അവസാനം വരെ കണ്ടവർ അഭിപ്രായം പറയുക. കുറച്ച് സ്പീഡൊക്കെ കൂടിയിട്ടുണ്ട്, ചില ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ നോട്ട് തരാം, ആ നോട്ടിൽ കൂടി കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. അടുത്ത ക്ലാസ് കൂടുതൽ നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റിൽ താഴെ സംശയങ്ങൾ തന്നാൽ മതി. ഞാൻ അടുത്ത ക്ലാസ്സിൽ ആ സംശയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പുതിയ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. സ്ഥിരമായി ക്ലാസ് കാണുക. ചില ഭാഗങ്ങളൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്താൽ മതി. അപ്പം സമാന്തരമായ ചോദ്യങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടി വിശദീകരണം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.